മ്യൂട്ട് ചെയ്യാൻ വിനയപൂർവ്വം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഷാജി ചേട്ടാ, നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ, താങ്ക് യു. കേൾക്കാലോ അല്ലേ? കേൾക്കാം. ഓക്കെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും എയുടെ സഹായത്താലും ഞാൻ കുടിച്ചിട്ടില്ല. എൻ്റെ പേര് ഷാജി. എല്ലാവർക്കും ഹായ്. ഇന്നിവിടെ വിശദീകരിക്കേണ്ട വിഷയം കേരള ചരിത്രം എന്നുള്ളതാണ്. കേരള ചരിത്രം പറയുന്നതിന് ഒരു ചരിത്രത്തിനൊപ്പം ഒരു 28 വർഷം നടന്ന ഒരു പരിചയമുണ്ട്. ബാക്കി കേട്ട ചരിത്രവും വായിച്ച ചരിത്രവും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. ഇനി ഏത് രാജ്യത്തിൻ്റെതും മറ്റേത് സംഘടനയുടേതും മറ്റേത് ചരിത്രം എടുത്താലും ചരിത്രം ഒരിക്കലും പൂർണ്ണമാകാറില്ല. ചരിത്രത്തിന് എപ്പോഴും കൂട്ടിച്ചേർക്കാൻ ചില ഏടുകൾ ചരിത്രകാർ അറിഞ്ഞോ അറിയാതെയൊക്കെ ബാക്കി വയ്ക്കും. ചില ഏടുകൾ പൊഴിച്ചിടേണ്ടതായിട്ടും വരും. ഒരിക്കലും ചരിത്രം പൂർണ്ണമാണ് എന്നുള്ള വാദം ഒരു ചരിത്രകാരനും ഉന്നയിക്കാൻ സാധ്യതയില്ല. അത്തരത്തിൽ തന്നെയാണ് ആൽക്കോളിസ് അനോണിമസിന്റെ ചരിത്രവും. എന്തൊക്കെ പറഞ്ഞാലും ശാന്തമായൊരു സമുദ്രത്തിൽ കപ്പലോടിച്ച സുഖത്തിലൂടെ അല്ല ആൽക്കോളിസ് അനോണിമസിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ള കാര്യം വളരെയധികം പ്രസ്താവിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 1935 ആൽക്കോളിക്സ് അനോണിമസ് ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെടുന്ന അവസ്ഥയിൽ പോലും എത്രയധികം പരീക്ഷണങ്ങളും എത്രയധികം തീക്ഷണമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ അതിജീവിച്ചാണ് അന്നത്തെ പഴമക്കാർ അതിനെ നിലനിർത്തിയത് എന്ന് ആലോചിക്കുമ്പം തികച്ചും അത്ഭുതം തോന്നുന്നു. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, 91 വർഷം മുമ്പ്, ശാസ്ത്രവും മറ്റു പുരോഗതികളും ഒന്നും ഇന്ന് കാണുന്നത് പോലെ വളരാത്ത കാലഘട്ടത്തിൽ ഇതിനെ പിടിച്ചു നിർത്തുക, കൂടൊരാളെ ചേർത്ത് നിർത്തുക, അയാൾക്കൊപ്പം സഞ്ചരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ് ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളായിരുന്നു. ശക്തമായ സോഷ്യൽ സ്റ്റിഗ്മ മദ്യത്തിനെതിരെ അല്ലെങ്കിൽ മദ്യപാനത്തിനെതിരെ നിലനിൽക്കുന്ന കാര്യം ഇന്ന് പോലും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എല്ലാ ഡോക്ടർമാർക്കും ഇതൊരു രോഗമാണെന്ന് അറിയില്ല. പിന്നെയല്ല അന്ന്. അപ്പോൾ മെഡിക്കൽ സൊസൈറ്റി പോലും പുച്ഛിച്ച് തള്ളിയിരുന്ന കാലം. അങ്ങനെയൊക്കെയുള്ള നിരവധി കാലഘട്ടം, നമുക്ക് കുറച്ച് സമയമുള്ളത് കൊണ്ട് മാത്രം അതിലേക്ക് കടക്കണില്ല. വളരെയധികം തിരസ്കരിക്കപ്പെട്ട ഒരു വിഭാഗം, മരണത്തിലേക്ക് ശരിക്കും പറഞ്ഞ നിർബന്ധിതരായി അല്ലെങ്കിൽ നിർബന്ധപൂർവം വലിച്ചെറിയപ്പെട്ട ഒരു സമൂഹം. ഇതിനപ്പുറത്തേക്ക് ആൽക്കോളിക്സിന് വേറൊരു വാക്കും യോജിക്കുന്നില്ല എന്ന് തന്നെ തോന്നുന്നു. ആ കാലഘട്ടത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് മറ്റൊരു മദ്യാസക്തന്റെ സുബോധാവസ്ഥ എൻ്റെ സുബോധാവസ്ഥയേക്കാൾ വിലപ്പെട്ടതാണെന്ന് കരുതി അയാളുടെ പിന്നാലെ പോയാൻ വില്ലിന് തോന്നിപ്പിച്ച വികാരം എന്ത്? ഞാൻ എല്ലാവരും ഉണ്ട്, കുറെ ആൾക്കാരുണ്ട് അക്കാലത്ത്. പക്ഷെ ആദ്യ സ്ഥാപകൻ എന്ന നിലയിൽ അതിന്റെ പിന്നാലെ നടക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? ആ ഇടവഴിയിൽ കേട്ട, ശരിക്കും പറഞ്ഞ അവനവന്റെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള വാക്ക് ദൈവത്തിന്റെ വാക്കല്ല എന്ന് പിന്നീട് തോന്നിയത് എന്തുകൊണ്ടാണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആൽക്കോളിക്സ് അനോണിമസിന്റെ കഥ ത്യാഗത്തിന്റെയും ആൽക്കോളിക്സ് അനോണിമസിന്റെ കഥ വ്യക്തിപരമായ വേദനകളുടെയും വ്യക്തിപരമായിട്ടുള്ള ഏറ്റ പ്രഹരങ്ങളുടെയും ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ കിട്ടിയ, ശരിക്കും പറഞ്ഞ അധിക സമ്പത്തായിട്ടുള്ള ഒരു ധൈര്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ 35 ചരിത്രത്തിനൊന്നും ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. 35 ആൽക്കോളിക്സ് അനോണിമസ് തുടങ്ങി. എന്നുവെച്ചാൽ ഈ പേരില്ലെങ്കിലും ഈ പേരിന്റെ ഈ പദ്ധതി ആരംഭിച്ചു. അതിനു മുമ്പ് മദ്യാസക്തിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. 35-100 വർഷം മുമ്പ് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതിന്റെ രീതി വേറെ ഒന്നായിരുന്നു. പക്ഷെ ഉദ്ദേശം മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതിനു മുമ്പ് ഉണ്ടായിരുന്നു. അതൊക്കെയാണല്ലോ ഓക്സ്ഫോർഡ് ഗ്രൂപ്പും മറ്റു കാര്യങ്ങളൊക്കെ ബില്ലോടെ പോയിരുന്നല്ലോ. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങൾ ഇല്ലാതെ ഒരു സുപ്രഭാതത്തിലുള്ള ഒരു കണ്ടുപിടുത്തമല്ല ആൽക്കോളിക്സ് അനോണിമസ്. 1957 ഇന്ത്യയിലെത്തി.
ആൽക്കോളിക്സ് അനോണിമസ് ഔദ്യോഗികമായി 1957 മെയ് 5 സ്ഥാപക ദിനമായിട്ട് ആചരിക്കുന്നുണ്ടെങ്കിലും 57 മുമ്പ് ആൽക്കോളിക്സ് അനോണിമസ് ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. സിൽവിയ സുപ്പാണ്ടി എന്ന 2 പേർക്ക് ഡോക്ടർ നെറ്റോ, ഒരു നോൺ ആൽക്കോളിക് ആണ്, അദ്ദേഹം കൊടുത്ത നേവി ഡോക്ടറാണ്, അദ്ദേഹം കൊടുത്ത അഡ്രസ്സിൽ നിന്ന് കത്തെഴുതിയിട്ടുണ്ട്. അവർ ESO ന്യൂയോർക്കിന് കത്തെഴുതിയിട്ടുണ്ട്, കത്തിന് മറുപടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചാർലി മാർഷലിന്റെ വരവിന് മുമ്പാണ്. കനേഡിയൻ എംബസി ഉദ്യോഗസ്ഥനായ ചാർലി മാർഷൽ സന്ദേശം കൊണ്ടുവരികയും മുംബൈയിൽ നിന്ന് ചാർലി മാർഷലിനെ കാണാൻ പോയ ഹാരിയും ചരിത്രം തിരുത്തി കുറിക്കുകയും ചെയ്തതാണ് ഫൗണ്ടേഷൻ ഡേ 1957 മെയ് 5 സ്ഥാപക ദിനമായിട്ട് വന്നത്. ആദ്യത്തെ സ്ഥാപക ഗ്രൂപ്പ് ഇപ്പോഴും മാഹിമിലുണ്ട്, മുംബൈ മാഹിം ഫൗണ്ടേഷൻ ഗ്രൂപ്പ് എന്ന് തന്നെയാണ് അതിന്റെ പേര്. നമ്മളെ രാമേന്ദ്രൻ ചേട്ടനൊക്കെ അത് വളരെ സുപരിചിതമാണ്, ഞാനിവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഡേറ്റുകൾക്ക് മുമ്പ് തന്നെ ഇതിന്റെയൊക്കെ ചലനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. ആൽക്കോളിക്സ് അനോണിമസ് സൗത്ത് ഇന്ത്യയിലേക്ക് വ്യാപരിക്കപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനായിരുന്നത് ട്രെവർ കെ എന്ന് പറഞ്ഞ കേണലാണ്, കേണൽ ട്രെവർ കെ. അദ്ദേഹം ട്രാൻസ്ഫറായി സൗത്ത് ഇന്ത്യയിൽ സഞ്ചരിച്ച ഭാഗങ്ങളിലൊക്കെ ആൽക്കോളിക്സ് അനോണിമസിന്റെ വിത്ത് വാങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയുടെ ഒരു അംബാസഡർ എന്ന് വേണമെങ്കിൽ, എയ്ഡ് അംബാസഡർ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം. അദ്ദേഹം കേണൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും സുരക്ഷിതത്വവും അനുഗാമികളും ഞാൻ പറയണ്ടല്ലോ. അന്നത്തെ കേണലിനും ഇന്നത്തെ കേണലിന്റെ പതരട്ടി പോറാ. അക്കാലത്തിൽ അയാൾക്ക് സുഖസമ്പുഷ്ടമായ ജീവിതം സുബോധത്തോടൊപ്പം കുടുംബത്തോടൊപ്പം മറ്റു സുഹൃത്തുക്കളോടൊപ്പം ആനന്ദിച്ച് ആസ്വദിച്ച് കഴിയുന്നതിന് പകരം ഓരോ സ്ഥലത്തും പോകുമ്പോൾ അയാൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംബാസഡറിനെ പോലെ പ്രവർത്തിച്ചതിന്റെ പിന്നിൽ ഒരുപക്ഷെ അതിസമ്പന്നതയിൽ പോലും അതിസുഖ സൗകര്യങ്ങളിൽ പോലും ആൽക്കഹോളിക്സ് അനോണിമസിനോട് കാണിക്കേണ്ട ഒരു നന്ദി അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാനും എൻ്റെ കുടുംബവും അതിനോടൊപ്പം കുറെ പണവും, ഞാൻ മറ്റ് ഒരു സാമുദായിക ഭാഷ ഉപയോഗിക്കുന്നില്ല, ബാക്കി എല്ലാവർക്കും അറിയാം പഴഞ്ചൊല്ല്, മതി ബാക്കി എല്ലാം പ്രളയം വന്ന് നശിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന സുബോധാവസ്ഥ അല്ലായിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെയും കൂടെ കണക്കിലെടുക്കുന്ന സുബോധാവസ്ഥയായിരുന്നു. ആൽക്കോളിക്സ് അനോണിമസ് കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ അവിടെ നിർത്തുകയാണ്, ട്രെവർ കെയിൽ നിർത്തുകയാണ്. അദ്ദേഹത്തെ സൗത്ത് ഇന്ത്യയുടെ എയ്ഡ് അംബാസിഡർ എന്നറിയപ്പെട്ടിരുന്നു. ആൽക്കോളിക്സ് അനോണിമസ് കേരളത്തിലേക്ക് എത്തുന്ന ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1960 കാലഘട്ടങ്ങളിൽ തന്നെ ആൽക്കോളിക്സ് അനോണിമസിന്റെ അവിടെ ഇവിടെയായിട്ടുള്ള മിന്നിമറയലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കൊല്ലം തീരദേശ പ്രദേശങ്ങളിൽ മിഷനറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആൽക്കോളിക്സ് അനോണിമസിന്റെ ചില കൂട്ടായ്മകളും ഇതൊക്കെ പ്രവർത്തിച്ചതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഫോൺ ചെയ്ത ഒരാൾ വിചിത്രൻ, ഞാൻ കേട്ടിരുന്നതാണ്, അദ്ദേഹം വിചിത്രമായ ഒരു അല്ലെങ്കിൽ അത്ഭുതമായ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഇടുക്കി നിന്നാ ഫോൺ വന്ന 1960 കാലഘട്ടങ്ങളിൽ മൂന്നാർ ഒരു വിദേശി ഒരു സായിപ്പ് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. കുറെ ആളുകളൊക്കെ അതിലേക്ക് പോയിരുന്നു, പിന്നെ അതെല്ലാം കൂടെ പൊളിഞ്ഞു നാമാവശേഷമായി എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും അസത്യമല്ല. ആൽക്കോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾ അനൗദ്യോഗികമായി അവിടെയും ഇവിടെയൊക്കെ നടത്തപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് തന്നെ പ്രശസ്ത സിനിമാ നടൻ നെല്ലിക്കോട് ഭാസ്കരന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് നടന്നിരുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പ്. ഒക്കെ കോഴിക്കോട് എത്തുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ഒരു നോട്ടീസ് ആരുടെ കയ്യിൽ ഞാൻ കണ്ടിരുന്നു. ആരോ അത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പേരെനിക്ക് മറന്നു. എക്കാലത്ത് ഒരു ചെറിയൊരു പേപ്പറിൽ അടിച്ചൊരു നോട്ടീസ്, അവിടെ മീറ്റിംഗ് എന്തോ പരിപാടിയൊക്കെ നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള ആയിരുന്നു അല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആൽക്കോളിക്സ് അനോണിമസിന്റെ പേരിലാണ് ആ മീറ്റിംഗ് നടത്തിയിരുന്നത്. പക്ഷെ ഇതൊന്നും ചരിത്രത്തിൽ പറഞ്ഞു പോവുക എന്നല്ലാതെ അടയാളപ്പെടുത്താൻ സാധിക്കാത്ത കുറേ വഴിവിളക്കുകളാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ സ്വഭാവമില്ലായിരുന്നു. ഒറ്റപ്പെട്ട ചില കേന്ദ്രങ്ങൾ മാത്രമായി തുടങ്ങുകയും ഒറ്റപ്പെട്ട ചില കേന്ദ്രങ്ങൾ മാത്രമായി അവസാനിക്കുകയും ചെയ്ത പരിപാടിയാണ്. ബന്ധപ്പെട്ട ശരിക്കും പറഞ്ഞ ഒരു പ്രവർത്തനം അതിനുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും. അപ്പം 1960 കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ശരിക്കും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ 1970 കാലഘട്ടങ്ങളിലായിരുന്നു. 70 കാലഘട്ടങ്ങളിൽ ആൽക്കോളിക്സ് അനോണിമസ് എത്തുമ്പോൾ ഏറ്റവും വലിയ ജീവിച്ചിരുന്ന, ഞാനും നേരിട്ട് കണ്ട് പരിചയപ്പെട്ട ഒരുപാട് ദിവസങ്ങളൊപ്പം ചെലവഴിച്ച ആളുണ്ട്.
നമ്മുടെ അനോണിമിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആദ്യ പേര് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളെ ജോയിക്കുട്ടി മാഷ്. അദ്ദേഹത്തിന് അമേരിക്കയിൽ നിന്ന് എത്തിയ കൂത്താട്ടുകുളം സ്വദേശിയായ ഒരു ഡോക്ടർ എബ്രഹാം എന്ന നോൺ ആൽക്കഹോളിക്കാണ് അദ്ദേഹത്തിന് സന്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1973 നവംബർ 20 അദ്ദേഹം സുബോധവാനായത്. ശരിക്കും പറഞ്ഞൊരു നോൺ ആൽക്കഹോളിക് എന്നാണ് അദ്ദേഹത്തിന് മെസ്സേജ് കിട്ടിയത്. ഈ നോൺ ആൽക്കഹോളിക് എന്ന് മെസ്സേജ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. ഇന്ന് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ പോലും അവന്റെ വർഗത്തിലുള്ള അവന്റെ രോഗം പിടിപെട്ട ഒരുത്തൻ മരിക്കാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ മരണത്തോട് നേരിടുമ്പോൾ അവനെ സഹായിക്കാൻ എത്തുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കുന്ന അന്നും ഇന്നും കാലഘട്ടത്തിലുള്ളവരുണ്ട്. അക്കാലത്താണ് ഒരു നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് നമുക്ക് ജോയിക്കുട്ടി മാഷിന് ഈ സന്ദേശം കൊടുത്തത്. അദ്ദേഹം 1973 നവംബർ 20 സുബോധവാനായി 2004 മരിക്കുന്നത് വരെ അദ്ദേഹം സുബോധത്തിൽ തുടർന്നു. ഏകദേശം 31 വർഷമാണ് തുടർന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മോചനത്തിന്റെ, ശരിക്കും പറഞ്ഞ സേവനത്തിന്റെ കാര്യങ്ങളിൽ അദ്ദേഹം വലിയൊരു തൽപരനല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മോചനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധാലുവായി. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ട്രാൻസ്ലേഷൻ കുറേ കയ്യെഴുത്ത് പ്രതികളുണ്ട്. പ്രിന്റിങ്ങിന് പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള വളരെ ഭംഗിയായിട്ടുള്ള കൈയക്ഷരമായിരുന്നു അദ്ദേഹം. അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആൽക്കഹോളിക്സ് അനോണിമസ് ബിഗ് ബുക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് 12 അങ്ങനെ തുടങ്ങി 1-2 ബുക്കുകൾ പഴമക്കാരുടെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയതാണ്. പിന്നെ അതൊക്കെ വേറെ മാറ്റിമറിച്ചും അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് വേറെ മാനുസ്ക്രിപ്റ്റ് ഒക്കെയാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. കൂടുതലും റിക്കവറി പാറ്റേണിൽ പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് മോചനവുമായി ബന്ധപ്പെട്ട സാഹിത്യങ്ങൾ, മോചനവുമായി ബന്ധപ്പെട്ട സംസാരം, മോചനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയാവതരണങ്ങൾ, ഇങ്ങനെയൊക്കെയായിരുന്നു അന്ന കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം നമുക്ക് തെളിയിച്ചു തന്നു 1973 നമുക്ക് AAയുടെ നേരിൽ കാണുന്ന ആദ്യ അംഗത്തെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നാലെ പരേതനായി എത്തിയ ജോഷോയ്ക്കും ഫുൾ പേര് ഞാൻ പറയുന്നില്ല, എറണാകുളം. അദ്ദേഹത്തെ നേരിൽ കാണുകയും അദ്ദേഹത്തിന്റെ കൂടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം എനിക്കും ലഭിച്ചിട്ടുണ്ട്. 6 മാസം വ്യത്യാസമുള്ളൂ രണ്ടാളും. അദ്ദേഹം AAയുടെ സജീവതയായി പിന്നീട് മാറി. ഒരു പക്ഷേ ഇന്നത്തെ സോക്കോൾഡ് സർവീസ് ഇതിന്റെ ഒരു മുൻകാല രൂപം എന്ന നിലയിൽ ആ ഒരു ഗ്രൂപ്പ് കൊണ്ട് നടക്കുക എന്നുള്ള ആ ഒരു പരിപാടിയിലേക്കാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആ ഗ്രൂപ്പ് ഒരിക്കലും മുടങ്ങിപ്പോകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം കിലോമീറ്ററുകളോളം, ജോയിക്കുട്ടി മാഷും അത് കിലോമീറ്ററുകളോളം താണ്ടിയാ എത്തുക. ഇദ്ദേഹവും ദൂര സ്ഥലത്ത് നിന്ന് എത്തും, പക്ഷെ കൃത്യമായി അത് തുറന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം ആ കാലത്ത് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. എറണാകുളത്ത് ആ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു എന്നാണ്. പിന്നീട് ഒരുപാട് ആളുകൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ സുബോധത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1981 മദ്രാസിൽ ഒരു ഗ്രൂപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ കേരളത്തിൽ വരോപ്പള്ളി ആർച്ച് ഡയോസിസ് ക്ലബ്ബ് എറണാകുളത്തും ഒരു AA ഗ്രൂപ്പ് ആരംഭിച്ചു. ശരിക്കും പറഞ്ഞ ഒരു ഗ്രൂപ്പായിട്ടുള്ള പ്രവർത്തനം 81 തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. അനൗദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ പലതും നടന്നിട്ടുണ്ടാവും. പക്ഷെ ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ 81 നമുക്ക് എറണാകുളത്ത് ഒരു AA ഗ്രൂപ്പ് ആരംഭിച്ചു. ഇതിന് 1982 നടന്ന മദ്രാസ് AAയുടെ 1-ാം വാർഷികത്തിന് ചെന്നൈയില് AAയുടെ 1-ാം വാർഷികം 1982 നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ജോഷുവ, രവി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മദ്രാസിലെ ഇവർ സന്നിഹിതരായിരുന്നു എന്നുള്ള കാര്യത്തിന് ഒരു തെളിവ് എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ മദ്രാസിലെ പഴമക്കാരനായ വാസുവേട്ടൻ അത് ഓർത്തു പറയുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും 1982 81 കൃത്യമായി എറണാകുളത്ത് ഒരു ഗ്രൂപ്പ് ആരംഭിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആൽക്കഹോളിക്സ് അനോണിമസില് ഒരു മാസ്റ്റർ ബൂം അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം എന്ന് എടുത്ത് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം നടത്തിയത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ നാമമൊക്കെ ശരിക്കും സ്മരിക്കപ്പെടേണ്ടതാണ്. പരേതനായ ഫാദർ ജോർജ് കോലത്ത്. അദ്ദേഹം കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം 1984 കാഞ്ഞിരപ്പള്ളിയിലെ എല്ലാ ക്രിസ്ത്യൻ സഭകളെയും കൂട്ടിച്ചേർത്ത് നടത്തിയ
ഒരു AI സന്ദേശം നൽകലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പ്രദേശത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 1984 കാഞ്ഞിരപ്പള്ളിയിലാണ്. 1983 എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ ജോഷിയുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പുകൾ ആരംഭിക്കൂ. അതുപോലെ തന്നെ 84 കൃത്യമായി നമ്മളെ ഫാദർ ജോർജ് കൊലാത്ത് കാഞ്ഞിരപ്പള്ളിയിലെ ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങളോട്, അദ്ദേഹത്തിന് വിളിച്ചു ചേർക്കാൻ കഴിയുന്ന വിഭാഗത്തോട് അദ്ദേഹം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം നൽകുക എന്ന ഒരു പ്രവർത്തനം നടത്തി. വീണ്ടും വർഷങ്ങൾ ആസ്പദമാക്കി തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ 1987 കാലഘട്ടത്തിൽ പാലാ ഭാഗത്ത് AA പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ടിറങ്ങിയ ജോവാൻ ചുങ്കപ്പുര മുന്നോട്ടിറങ്ങുന്നത് 1987 ഈ 87 എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ 86 ഫാദർ ജോർജ് കൊലാത്ത് വിദേശത്തേക്ക് പോയി. അദ്ദേഹം ന്യൂസിലാൻഡിലേക്ക് പോയി. പിന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ മുഴുവൻ ന്യൂസിലാൻഡിലായിരുന്നു. അദ്ദേഹം ന്യൂസിലാൻഡിലേക്ക് പോയപ്പോൾ തന്റെ പിൻഗാമിയായി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയത് ജോവാൻ ചുങ്കപ്പുര എന്ന സിസ്റ്ററെയാണ്. പ്രാഡയുടെ സിസ്റ്ററാണ് അവരെയാണ് ഏർപ്പെടുത്തിയത്. അദ്ദേഹം വളരെ വ്യക്തമായി അവരെ ധരിപ്പിച്ചിരുന്നു, എന്ത് കൈവിട്ടാലും ദൈവം നൽകിയ ഈ പ്രവൃത്തി കൈവിടരുതെന്നാണ് അവരോട് പറഞ്ഞത്. സാധാരണ ദൈവം നൽകിയ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം വിശദീകരണങ്ങൾ, മതപരമായ സമുദായപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനിടയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തന്റെ ജീവൻ രക്ഷിക്കുന്ന ഈ പ്രക്രിയയിൽ പങ്കാളിയാവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം കൃത്യമായി അവർ ജോവാൻ ചുങ്കപ്പുര സിസ്റ്ററെ ബോധിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നീട് ഫാദർ കോലാത്തിന് ശേഷം 1989 ട്രാഡയിലൂടെയും പ്രവർത്തനങ്ങളിൽ അവർ സജീവമായി. 1989 ട്രാഡ ചികിത്സാലയം വന്നു കഴിഞ്ഞപ്പം AA പ്രവർത്തനങ്ങളെ ട്രാഡയിൽ ഏർപ്പെടുത്തുകയും സന്ദേശം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ഏർപ്പെടുകയും ചെയ്തു. ഇവരോടൊപ്പം ആദ്യ നാളുകളിൽ മദ്രാസിലെ വാസുവേട്ടനും വെങ്കുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയുമ്പോൾ സൂക്ഷ്മദർശിനി ഇല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു പ്രാകൃതമായ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രൂപം മാത്രമേ അന്ന് ആരുടെ കയ്യിലായാലും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള മറ്റൊരു സത്യമാണ്. ഇന്നുള്ള ഇത്രയും വിശാലമായ രീതിയിലുള്ള ലിറ്ററേച്ചർ സൗകര്യങ്ങളോ, ഇത്രയും വിശാലമായ രീതിയിലുള്ള ഇതിന്റെ യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ, സർവീസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ, സർവീസ് സ്ട്രക്ചറോ, മറ്റ് ശരിക്കും പറഞ്ഞാൽ ട്രഡീഷൻസോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ കൈവശമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ആദ്യം സ്പർശിക്കപ്പെട്ട കാര്യം അനുഭവവും ശക്തിയും പ്രതീക്ഷയും ഷെയർ ചെയ്യുക, വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, മറ്റൊരു മദ്യാസക്തനെ സഹായിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ ദൃഢമായി ഊന്നി പ്രവർത്തനം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു നടന്നത്. പിന്നീട് 1987 കാലഘട്ടം വരുമ്പോൾ 87 കാലഘട്ടത്തിൽ വടക്കൻ കേരളത്തിൽ മാനന്തവാടി വിൻസെന്റ് ഗിരി ചികിത്സാലയത്തിൽ വിക്ടറി AA ഗ്രൂപ്പ് എന്ന പേരിൽ AA പ്രവർത്തനങ്ങൾക്ക് സിസ്റ്റർ സെലിൻ സിസ്റ്റർ നേതൃത്വം നൽകി ഒരു ചികിത്സാലയത്തിൽ വന്നതാണ്. അതോടൊപ്പം തന്നെ 1987 തന്നെ തിരുവമ്പാടിയിൽ മറ്റൊരു AA ഗ്രൂപ്പിനും രൂപം നൽകുകയുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിയിൽ. അതിന്റെ പേര് ധന്യ ഗ്രൂപ്പ് എന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വിക്ടറി ഗ്രൂപ്പിൽ മാനന്തവാടിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു ഈ ധന്യ ഗ്രൂപ്പ് ആരംഭിച്ചത്. അതിലേറ്റവും പഴമക്കാരനായ രാജുവേട്ടനൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. അതിനുശേഷം 1989 കറക്റ്റ് 5ാമത് GSO കോൺഫറൻസ് കൊച്ചിയിൽ വെച്ച് നടന്നു. 89 GSO കോൺഫറൻസ് കൊച്ചിയിൽ വെച്ച് നടന്നു എന്നുള്ളതല്ല അതിന്റെ ആകർഷണം. 5ാമത് GSO കോൺഫറൻസ്, ജനറൽ സർവീസ് കോൺഫറൻസ് തുടങ്ങി 4 എണ്ണം കഴിഞ്ഞ് 5ാമത് കൊച്ചിയിൽ വെച്ച് നടക്കുമ്പോൾ ആ കൊച്ചിയിൽ എറണാകുളത്ത് അത് ഹോസ്റ്റ് ചെയ്യാനുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു, അതിന് ആളുകൾ ഉണ്ടായിരുന്നു, അതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള AA അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇപ്പൊ 89 GSO കോൺഫറൻസ് കൊച്ചിയിൽ വെച്ച് നടന്നു. ഇതിന് ജോയിക്കുട്ടി മാഷ്, അതുപോലെ ജോഷുവ, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, മോഹൻദാസ് എന്നിവരാണ്
ഇതിന് ഏകദേശമൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ അക്കാലത്ത്. ബാക്കി ഇന്ന് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സർവീസിലുള്ള പല പഴമക്കാരും അക്കാലത്ത് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരാണ് അതിന് നേതൃത്വം നൽകിയത്. ആ കോൺഫറൻസ് വലിയൊരു ചലനം എറണാകുളം പ്രാന്തപ്രദേശങ്ങളിലൊക്കെ സൃഷ്ടിച്ചിരുന്നു. ഒപ്പം കേരളത്തിന്റെ മറ്റ് ചില മേഖലകളിലും ഉള്ള മദ്യാസക്തരെ അതിലേക്ക് ആകർഷിക്കാനൊക്കെ അന്ന് സാധിച്ചിരുന്നു. എങ്കിലും ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മാസ് വളർച്ച, അല്ലെങ്കിൽ എന്താ അതിന് പറയുക, വലിയ തോതിലുള്ള ഒരു പ്രവർത്തനവും വലിയ തോതിലുള്ള ഒരു വളർച്ചയും ആൽക്കഹോളിക്സ് അനോണിമസിന് അതിന് ശേഷവും ഉണ്ടാക്കാൻ ശേഷം ആ ഏരിയയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 1987 മുതൽ 1992 വരെ, 92 ഒരു മൈൽ സ്റ്റോൺ ആണ് കോഴിക്കോട് ടൗണിൽ, അതാണ് 92 വരെ നിട്ടത്. 87 മുതൽ 92 വരെ ശ്രീ വാസു മദ്രാസാണ് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ക്ലാസ് ബി ട്രസ്റ്റി ആയിരുന്നത്. അന്ന് കേരളത്തിനൊരു ട്രസ്റ്റി സ്വന്തമായിട്ട് നൽകാനുള്ള കപ്പാസിറ്റി ഇല്ല, അതിന്റെ സർവീസ് സ്ട്രക്ചർ ഇല്ല, അതിന്റെ കാര്യങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തെയും തമിഴ്നാടിനെയും ചേർത്ത് 87 മുതൽ 92 വരെ ചെന്നൈയിലെ വാസു, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹമായിരുന്നു നമ്മുടെ ശരിക്കും പറഞ്ഞ ട്രസ്റ്റി. അതിനുശേഷം 1992 മുതൽ 97 വരെ വെങ്കട്ട്, മദ്രാസിലുള്ള ശ്രീ വെങ്കട്ടാണ് നമ്മുടെ ട്രസ്റ്റി ആയിരുന്നു. അതും കേരളവും തമിഴ്നാടും ചേർന്ന ഒരു ട്രസ്റ്റി ആയിരുന്നു, ബി ക്ലാസ് ട്രസ്റ്റി ആയിരുന്നു. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ന് ജനറൽ സർവീസ് കോൺഫറൻസ് ലെവലിലല്ല കൂടിയിരുന്നത്, അതൊരു ക്വാസി കോൺഫറൻസ് വേണമെന്ന് പറയാം. അതായത് കൺവെൻഷനും കോൺഫറൻസും കൂടി ചേർന്ന രീതിയിലുള്ള ഒരു കോൺഫറൻസ് ആണ്. അതായത് കൃത്യമായ ഒരു രീതിയിൽ അച്ചടക്കബോധത്തോടുകൂടി ഡെലിഗേറ്റ്സും ട്രസ്റ്റിമാരും മറ്റും ചേർന്ന് നടത്തുന്ന ചർച്ചയും ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന പരിപാടിയും ഇതെല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ നടക്കുകയൊക്കെ ചെയ്യുന്ന ഇന്നത്തെ രീതിയിൽ മറ്റുള്ളവർക്ക്, നിരീക്ഷകർക്ക്, ഒബ്സർവേഴ്സിന് പ്രവേശനമില്ല എന്ന തരത്തിലുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നൊക്കെ കാണുന്ന പോലെ ഒരു കൺവെൻഷൻ, അതിനൊപ്പം ശരിക്ക് ഒരു കോൺഫറൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് നടന്നിരുന്നത്. പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന്, അന്ന് പങ്കെടുക്കുന്നവർക്ക് അത് നടക്കുന്ന സ്ഥലം ആസ്വദിക്കുക, അവിടെയുള്ള ആളുകളെ കാണുക, പരിചയപ്പെടുക എന്നുള്ളൊരു രീതിയും കൂടെ, ഈ കൺവെൻഷനൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയും അന്ന് കോൺഫറൻസിനുണ്ടായിരുന്നു. കോൺഫറൻസ് മുംബൈയിൽ മാത്രമല്ല അന്ന് നടന്നിരുന്നത്, റൊട്ടേഷൻ കോൺഫറൻസ് ആയിരുന്നു അന്ന്. ഓരോ സ്ഥലങ്ങളിലും ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെ നിശ്ചയിക്കപ്പെടുകയാണ് ഉണ്ടാവുക. അതിന് വിട്ടുകൊടുക്കുക, ഈ വർഷത്തെ കോൺഫറൻസ് ഇവിടെ നടക്കുന്നു എന്ന രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ പിന്നെ എറണാകുളത്തെ കോൺഫറൻസ് നടന്നതിന് ശേഷവും മറ്റു പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലും ആ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിൽ ഈ കോൺഫറൻസുകൾ റൊട്ടേറ്റഡ് ബേസ് ആയിട്ട് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ ചിന്തയിലേക്ക് വരികയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ, അതായത് വാസു തമിഴ്നാട് കേരള ട്രസ്റ്റി ആയിരുന്നു 87-92 വരെയും, 92 മുതൽ 97 വരെ നമ്മളെ വെങ്കട്ട് മദ്രാസിലെ തമിഴ്നാട്ടിലെ രണ്ടിന്റെയും ക്ലാസ് ബി ട്രസ്റ്റി ആയിരിക്കുന്ന സമയം സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുര ക്ലാസ് എ നോൺ ആൽക്കഹോളിക് ട്രസ്റ്റി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നമ്മുടെ ആദ്യത്തെ ക്ലാസ് എ നോൺ ആൽക്കഹോളിക് ട്രസ്റ്റി ജോവാൻ ചുങ്കപ്പുരയാണ്, സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുരയാണ്. അതുപോലെ തന്നെ 1991 കോഴിക്കോട് നിലവിൽ വന്ന സുരക്ഷാ ആശുപത്രിയിൽ എയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കപ്പെട്ടു. അതിന്റെ ഡയറക്ടർ NP ആഫീസ് മുഹമ്മദ് ഇതിനായി കനത്ത സംഭാവനകൾ നൽകി. പിൻകാലത്ത് ഇദ്ദേഹം എയുടെ ക്ലാസ് എ ട്രസ്റ്റിയായും മാറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള രവീന്ദ്രൻ, അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറയുകയാണ്, ഒരു ഷേവിംഗ് സെറ്റ് മറന്നു വെച്ചു. ഡിസ്ചാർജ് ആയതിനു ശേഷം തിരിച്ചെടുക്കാൻ പോയി. NP ആഫീസ് മുഹമ്മദായിട്ട് കണ്ട് സംസാരിക്കുന്ന ആ ഒരു സംസാരം കോഴിക്കോട് ടൗൺഷിപ്പിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു മീറ്റിംഗ്, ഒരു ഗ്രൂപ്പ് എന്ന തലങ്ങളിലേക്ക് പിന്നീട് വികസിച്ചു. അത് മാത്രമല്ല, അദ്ദേഹം ഡിസ്ചാർജ് ആയതിനു ശേഷം അന്ന് സുബോധാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ സീനിയറായി ഉണ്ടായിരുന്ന തിരുവമ്പാടി രാജുവേട്ടൻ
മാനന്തവാടിയിലെ പരേതനായ സണ്ണി തുടങ്ങിയവർ, അതുപോലെ ഒരു 3 മാസത്തെ വ്യത്യാസം, അദ്ദേഹവുമായി 3 മാസത്തെ വ്യത്യാസമുള്ള പുൽപ്പള്ളിയിലെ ജോസഫ് മാഷ് തുടങ്ങിയവർ അദ്ദേഹത്തിനെ കോഴിക്കോടെത്തി നടത്തിയ കൂടിക്കാഴ്ച പിന്നീട് വടക്കൻ കേരളത്തിന്റെ ചരിത്രമായി മാറി എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല. അത് തന്നെയായിരുന്നു തുടക്കം. 1992 സുരക്ഷ ആശുപത്രിയിൽ കോഴിക്കോട് ഒരു എ ഗ്രൂപ്പ് പിറന്നു. പിന്നീട് ബേപ്പൂരിലും തിരുവമ്പാടിയിലും എ ഗ്രൂപ്പുകൾ ആരംഭിക്കപ്പെട്ടു. തിരുവമ്പാടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന എ ഗ്രൂപ്പ് തന്നെയാണ്. പിന്നീട് ബേപ്പൂരിലാണ് ശരിക്കും പറഞ്ഞ ഗ്രൂപ്പായി സുരക്ഷയ്ക്ക് പുറത്ത് ആദ്യമായി ഒരു ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. ഗോവിന്ദലാസ് സ്കൂളിലാണ് ആ ഗ്രൂപ്പിൽ ഞാൻ പിൻകാലത്ത് പോയിട്ടുണ്ട്. ആ പിന്നെ ഗ്രൂപ്പ് ആരംഭിക്കപ്പെട്ടു. പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1995 ആൽക്കോളിക്സ് അനോണിമസിന്റെ ഒരു ഇന്റർ ഗ്രൂപ്പ് നിലവിൽ വന്നു. ആൽക്കോളിക്സ് അനോണിമസിന്റെ ഇന്റർ ഗ്രൂപ്പിന്റെ ആവശ്യകതയും പ്രാധാന്യവും ഒക്കെ അക്കാലത്ത് കേരളം വിട്ട് പുറത്തേക്ക് പോയ മറ്റ് കോൺഫറൻസുകളും സമ്മേളനങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്ത, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വ്യക്തമായിട്ട് അതിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ലെങ്കിലും 1997 കൊച്ചിയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്താന്നുള്ള അതിന്റെ ഡീറ്റെയിൽ എനിക്ക് അറിയില്ല. ഇതിലൊക്കെ പോവുകയും അതുപോലെ ജയ്പൂർ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ള ഇതിലൊക്കെ പോയി അറ്റൻഡ് ചെയ്ത ആളുകൾ ഒരു ഇന്റർ ഗ്രൂപ്പിന്റെ ആവശ്യകത മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. ഒരു ഇന്റർ ഗ്രൂപ്പ് അത്യാവശ്യമാണ്. ഏറ്റവും ചുരുങ്ങിയ ലിറ്ററേച്ചർ പബ്ലിക്കേഷൻ എങ്കിലും നടത്തണമെങ്കിൽ, ഒരു പുസ്തകമെങ്കിലും പുറത്തെത്തിക്കണമെങ്കിൽ വിവർത്തനം നടത്തി. കാരണം വിവർത്തനം നേരത്തെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ ബിഗ് ബുക്ക് പുറത്തിറക്കാൻ സാധിക്കാത്ത പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അതിന്റെയൊക്കെ പിന്നിൽ ജോസഫ് മാഷൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു ഇന്റർ ഗ്രൂപ്പിന്റെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെയധികം കാര്യങ്ങൾ എളുപ്പമാവും എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തി 1995 ഒരു ഇന്റർ ഗ്രൂപ്പ് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടു. അതിന്റെ പേര് AA കേരള ഇന്റർ ഗ്രൂപ്പ് എന്നാണ്. ആൽക്കോളിക്സ് അനോണിമസ് കേരള ഇന്റർ ഗ്രൂപ്പ്. ആ ഇന്റർ ഗ്രൂപ്പിന്റെ ആദ്യകാല ചെയർമാൻ പരേതനായ ശ്രീ സണ്ണി കുടക്കച്ചിറയാണ്, മാനന്തവാടിയാണ്. അതിന്റെ സെക്രട്ടറി നമ്മുടെ TK രവീന്ദ്രനാണ്. അതിന്റെ ട്രഷറർ ശ്രീനിവാസേട്ടനാണ്. ഈ രീതിയിൽ ഇന്റർ ഗ്രൂപ്പ് ആരംഭിക്കപ്പെട്ടു. 95 ഇന്റർ ഗ്രൂപ്പ് ആരംഭിക്കപ്പെട്ടു. 95 ഇന്റർ ഗ്രൂപ്പ് ആരംഭിക്കപ്പെട്ടെങ്കിലും അതിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം ബിഗ് ബുക്ക്, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ബിഗ് ബുക്ക് പുറത്ത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. കാരണം കാലത്ത് ലിറ്ററേച്ചറുകൾ അവൈലബിൾ ആയ ലിറ്ററേച്ചറുകളാണെങ്കിലും ഇംഗ്ലീഷിൽ, മറ്റ് ഭാഷകളില്ല. ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഭാഷയോ മറ്റു കാര്യങ്ങളോ അറിയാത്ത സാധാരണക്കാരായ മദ്യാസക്തരാണ് ആൽക്കോളിക്സ് അനോണിമസിലേക്ക് അന്ന് എത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് വായിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ അറിയുക എന്നുള്ളത് വിദ്യാസമ്പന്നർക്കും ആ ബുക്ക് വരുത്താനും, കാനഡയിൽ നിന്നൊക്കെ അന്ന് ബുക്ക് വാങ്ങി വരുത്തി സൂക്ഷിച്ച ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സൗഭാഗ്യമായി മാറിയിരുന്നു. അങ്ങനെ ഉള്ള കാലഘട്ടത്തിലാണ് ഇതിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ, മാഷിന്റെയൊക്കെ, ജോസഫ് മാഷിന്റെയൊക്കെ വാക്കുകൾ കടമെടുത്ത ഒരു വാശി, ഇത് പുറത്തിറക്കണം, ഇതിന് തെറ്റാണെങ്കിലും കുറ്റം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും സാരമില്ല, ഇത് പുറത്തിറക്കണം എന്നുള്ള തെറ്റും കാര്യങ്ങളൊക്കെ പിന്നെ തിരുത്താം എന്നുള്ള ഒരു വാശിയേറിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി 1997 ആൽക്കോളിക്സ് അനോണിമസിന്റെ മലയാളം ബിഗ് ബുക്കിന്റെ മലയാള പരിഭാഷയുടെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങി. ഈ കാലഘട്ടത്തിൽ 96 മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ കേരള ഇന്റർ ഗ്രൂപ്പിന് രണ്ടാമത്തെ ഭാരവാഹികൾ എത്തിയിരുന്നു. ആ രണ്ടാമത്തെ ഭാരവാഹികൾ ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന് നമ്മളെ മൊയ്തൂട്ടിക്കയാണ് ശരിക്കും പറഞ്ഞ സെക്രട്ടറി എന്ന നിലയിൽ, ആ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിലാണ് അന്ന് ആ പോസ്റ്റൊക്കെ വരിക. മൊയ്തൂട്ടിക്കായിരുന്നു അതിന്റെ സെക്രട്ടറി. ഈ ബിഗ് ബുക്ക് അടിക്കുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വളരെയധികം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. സഭാ നടപടികൾ നിയന്ത്രിക്കാനും കൃത്യമായി അത് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിവുള്ള ഒരാളായിരുന്നു ചെയർമാൻ. അഡ്വക്കേറ്റ് സനൽകുമാർ മാനന്തവാടിയായിരുന്നു ചെയർമാൻ. ട്രഷറർ ഡോക്ടർ ഷൺമുഖൻ നായരായിരുന്നു. അവർ 3 പേരും ചേർന്നിട്ടുള്ള ആ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ഒരു ശരിയായ ഇന്റർ ഗ്രൂപ്പിന്റെ രീതിയിൽ ഒരു പ്രവർത്തനത്തിലേക്ക് ആ കാലത്ത് തന്നെ എത്തിച്ചേർന്നു എന്നുള്ളത് അത്ഭുതമാണ്.
ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, പുസ്തകങ്ങൾക്കും അപ്പുറം അല്ലെങ്കിൽ അറിവുകൾക്കും അപ്പുറം മനസ്സിലായ ഒരു കാര്യം ഏറ്റവും ഭംഗിയായി ചെയ്യുക എന്നുള്ള തീരുമാനമാണ് അന്ന് നടന്നിരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു, ഏറ്റവും കൂടുതൽ ഈ സന്ദേശം മധ്യാസക്തരിൽ എത്തിക്കേണ്ടിയിരിക്കുന്നു. എത്തിച്ചാൽ മാത്രം പോരല്ലോ. അക്കാലത്ത് നടന്നൊരു സംഭവം ഞാൻ പറയാം, കേട്ടറിവാണ്. ഇതുപോലെ പരസ്യമല്ല, ഇതുപോലെ ഇത് കൊടുത്തിരുന്നു, ഒരു അഡ്രസ് ഒക്കെ വെച്ച് കൊടുത്തിരുന്നു. മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലമാണ്. സാധാരണ ലാൻഡ് ഫോൺ പോലും ശരിക്കും പറഞ്ഞ ഒരു മധ്യാസക്തന് ആഡംബരമാണ്. എനിക്ക് ഓർമ്മയുണ്ട് 98 ഒരു ഫോണിന് BSNL ഫോൺ ഒരാൾക്ക് കിട്ടി, പുതിയ കൊടുക്കണില്ല കണക്ഷൻ. പഴയ കണക്ഷൻ ആണെങ്കിൽ 10,000 to 15,000 കൊടുത്തേ വാങ്ങാൻ കഴിയുള്ളൂ. അതിനുള്ള ശേഷി ഉണ്ടായിരുന്ന ആൽക്കോളിക്സ് മധ്യാസക്തർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്രസ്സ് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ചലപ്പുറത്ത് ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് ബോക്സിന്റെ അഡ്രസ്സിലാണ് ശരിക്കും പറഞ്ഞ ആൽക്കോളിക്സ് അനോണിമസ് അന്ന് പ്രവർത്തിച്ചു വന്നത്. ആ പരസ്യം കൊടുത്തതിന് ശേഷം 4 or 5 ചാക്കിലായാണ് ശരിക്കും പറഞ്ഞ അന്വേഷണങ്ങൾ തേടിയുള്ള കത്തുകൾ വന്നത് കൊണ്ടുപോയതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതിന് മറുപടി എഴുതുക എന്നുള്ളത് ദുസ്സഹമായ ഒരു കാര്യമാണ്. കുറെ ഇരുന്ന് എഴുതിയിട്ടുണ്ടെന്നാ പറയുന്നത്. അന്ന് എഴുതിയിട്ട് എവിടെ എത്താത്തൊരവസ്ഥയാണ്. അതിന് മറുപടി, ഓരോന്നിനും മറുപടി എഴുതുക. ഇല്ലെങ്കിൽ പോസ്റ്റ് കാർഡിൽ എഴുതാൻ കഴിയില്ല, അനോണിമിറ്റി പ്രശ്നം. എഴുതുന്നത് അയാളെ അല്ലാതെ വേറെ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പ്രശ്നം ആവരുത്. അത്തരത്തിൽ അതിസൂക്ഷ്മമായി വേണം കാര്യങ്ങൾ എഴുതാൻ. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറുപടി എഴുതാൻ സാധിച്ച ഒരു ചാക്കിന് മറുപടി എഴുതിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കഴിഞ്ഞില്ല. അന്ന് ചർച്ചാ വിഷയമായ ഒരു തീരുമാനമാണ്, കുടത്തിലെ ഭൂതത്തെ തുറന്നു വിടുന്നതിന് മുമ്പ് അതിന് ഇരിക്കാനുള്ള സ്ഥലവും കൂടെ കണ്ടെത്തണം. പബ്ലിക് ഇൻഫർമേഷൻ പരിപാടി എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പം അതിന് തിരിച്ചു വരുന്ന അന്വേഷണങ്ങൾക്ക് മറുപടി പറയാൻ കെൽപ്പില്ലെങ്കിൽ അത് ശരിക്കു പറഞ്ഞ ഉദ്ദേശിച്ചതിനേക്കാളും മോശമായ അനുഭവമായിരിക്കും നമുക്ക് തിരിച്ചു തരിക. അന്ന് തന്നെ അത് തീരുമാനിക്കപ്പെട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കടന്നിരിക്കാനുള്ള ഗ്രൂപ്പുകൾ, മറുപടി പറയാനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വേണം എന്ന കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു അന്നത്തെ ശരിക്കും പറഞ്ഞ ഇന്റർഗ്രൂപ്പിന്റെയൊക്കെ ചർച്ചാ വിഷയമായിട്ടുള്ള പ്രവർത്തനം. 1998 മുതൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ആൽക്കോളിക്സ് അനോണിമസ് ആണ് പിന്നെ കോഴിക്കോട്ടുള്ളത്. 98 ഒരു ജൂൺ മാസം എൻഡിലാണ് ഞാൻ പുറത്തിറങ്ങുന്നത്, സുരക്ഷയെന്ന് പുറത്തിറങ്ങുന്നത്. ആ സമയം മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അധികം ആളുകളൊന്നുമില്ല. മൊത്തം 4 ഗ്രൂപ്പ് ഇവിടെ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് എറണാകുളത്തുണ്ട്, ഒരു ഗ്രൂപ്പ് മാനന്തവാടി ഉണ്ട്, ഒരു ഗ്രൂപ്പ് തിരുവമ്പാടി ഉണ്ട്, ഇവിടെ കുന്നമംഗലത്തുണ്ട്, സുരക്ഷയിലുണ്ട്, ഗോവിന്ദലാസം സ്കൂളിൽ ബേപ്പൂരുണ്ട്, ഉളവണ്ണയുണ്ട്. ഈ ഒരു രീതിയിലാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഷർട്ടും മുണ്ടും വാങ്ങി വെക്കുന്നത് പെരുന്നാളിനിടാനല്ല, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ വാർഷികം വരുമ്പോൾ ഇടാം എന്നുള്ളതാണ്. വാർഷികത്തിന് വേണ്ടി കാത്തിരിക്കുക. കാരണം ഈ ഗ്രൂപ്പിന് വാർഷികം പറഞ്ഞാൽ ആകെ 4 ഗ്രൂപ്പല്ലേ ഉള്ളൂ. ഒരു ഇന്റർഗ്രൂപ്പിന്റെ വാർഷികമൊക്കെ വരുന്നതൊക്കെ ഒറ്റയ്ക്ക് നടത്താനുള്ള ശേഷിയൊന്നും പണ്ടും ഇല്ലായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു എല്ലാവരും കൂടിച്ചേരുന്ന അവസരങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു വളർന്ന വിശ്വസിച്ച മതത്തിന്റെയൊക്കെ വിശ്വാസത്തിന്റെയൊക്കെ ദിവസങ്ങളെക്കാൾ സന്തോഷമായിരുന്ന ഒരു ദിവസം അതായിരുന്നു എന്നെനിക്ക് ഓർമ്മയുണ്ട്. 1998 കാലങ്ങളിൽ ആൽക്കോളിക്സ് അനോണിമസിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. എനിക്കന്ന് 4 മാസം സുബോധമുണ്ട്. അടുത്ത ജനറൽ സർവീസ് കോൺഫറൻസ് കൽപ്പറ്റയിലെത്തി. അന്ന് അഡ്വക്കേറ്റ് സനൽകുമാറാണ് ഇന്റർഗ്രൂപ്പ് ചെയർമാൻ, മൊയ്തു ടി കെ ജനറൽ സെക്രട്ടറി, നമ്മളെ ഷൺമുഖൻ നായർ ട്രഷറർ. ജനറൽ സർവീസ് കോൺഫറൻസ് എത്തി. ആ ജനറൽ സർവീസ് കോൺഫറൻസിന് 2 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പണ്ട് എറണാകുളത്ത് നടന്ന പോലെ അല്ല, അതിലും കൂടുതൽ പ്രാദേശികമായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് പ്രാന്തപ്രദേശങ്ങൾ, എറണാകുളം, അതുപോലെ തന്നെ നമ്മളെ വയനാടിന്റെ ഭാഗങ്ങൾ തുടങ്ങിയ ഏരിയയിൽ നിന്നൊക്കെ അതിന് ബന്ധപ്പെട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ ഭംഗിയായി ഓർഗനൈസ് ചെയ്ത രീതിയിൽ നടന്ന ഒന്നാണ്. നിർഭാഗ്യവശാൽ എനിക്കതിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. തുറന്നു പറയാം, പേഴ്സണൽ ആണല്ലോ. അതിനുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ലായിരുന്നു. ഞാൻ പോയിട്ടില്ല, കൊളവണ്ണ സോമേട്ടൻ പോയിട്ടില്ല, അങ്ങനെ കുറെ ആളുകൾ. കാരണം അന്നും ഈ രജിസ്ട്രേഷനും അതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് സാമ്പത്തികം കൂടുതലുള്ള
പരിപാടിയാണ്. രജിസ്ട്രേഷൻ ഇല്ലാതെ അതിൽ പോകാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിരാശരായി പോയില്ല. പോകാത്ത ഞങ്ങൾ എന്നെങ്കിലും എവിടെയെങ്കിലും പ്രാന്തപ്രദേശത്ത് ഇനിയും വരുമല്ലോ, അപ്പോൾ പൈസ ഉണ്ടാവുമല്ലോ, പോകാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നടന്നിരുന്നു ഇവിടെ കോഴിക്കോട്. അത്രയേ ഉള്ളൂ. അപ്പോൾ 98 കാലത്ത് നമുക്ക് കൽപ്പറ്റയിൽ GSO കോൺഫറൻസ് വീണ്ടും നടന്നു. അതിനുശേഷം 99 ആൽക്കോളിക്സ് അനോണിമസിന്റെ കേരള ഇന്റർ ഗ്രൂപ്പിന്റെ 3ാമത്തെ ഭാരവാഹി സംഘത്തിന്റെ മാറ്റമായി. 2ാമത്തെ നമ്മളെ അഡ്വക്കേറ്റ് സുനിൽകുമാർ, മൊയ്തുട്ടിക്ക തുടങ്ങിയവർ നേതൃത്വം നൽകിയ അവർ മാറുകയും അബ്ദുള്ളക്ക, മരിച്ചുപോയ അബ്ദുള്ളക്ക വയനാട് ചെയർമാനും ഞാൻ ജനറൽ സെക്രട്ടറിയും അതുപോലെ കമ്മത്തലയും ജയൻ ട്രഷററും നമ്മളെ പട്ടര് വിശ്വേട്ടൻ ലിറ്ററേച്ചർ സെക്രട്ടറിയും PI ചെയർമാൻ KC സണ്ണിയും ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3ാമത്തെ കമ്മിറ്റി 1999 രൂപം കൊണ്ടുവന്നതാണ്. ഇതിനിടയിൽ സംഭവിച്ച മറ്റൊരു കാര്യം, 98 ജനറൽ സർവീസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് ഡെലിഗേറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വെസ്റ്റ് ഹില്ലിലുള്ള സുരേഷ്, അദ്ദേഹം ഡെലിഗേറ്റായി അതിൽ പങ്കെടുത്തിരുന്നു. 1998 മുതൽ മുന്നോട്ട് പോയ പ്രവർത്തനങ്ങൾ ബിഗ് ബുക്ക് യൂണിഫോം കളറിലേക്ക് റീപ്രിന്റ് ചെയ്യപ്പെട്ടു. വിട്ടുപോയ 1-2 പേജുകളൊക്കെ കൂട്ടിച്ചേർത്ത് പ്രിന്റ് ചെയ്യപ്പെട്ടു. കൂടാതെ 2 പാംലെറ്റും കൂടെ അതിന് ഇതാണ് ഒറ്റ നോട്ടത്തിൽ തുടങ്ങിയ പാംലെറ്റുകളും അതിൻ്റെ കൂടെ അന്ന് അച്ചടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏകദേശം ശരിക്കും പറഞ്ഞ ഒരു ഫോർമൽ ആയിട്ടുള്ള മീറ്റിങ്ങുകളിലേക്ക് കടക്കാൻ ആവുന്ന ഒരു സമയം ആയി എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഡെലിഗേറ്റ്സ്, അതുപോലെ തന്നെ ട്രസ്റ്റീസ് തുടങ്ങിയവരെല്ലാം 4 ദിവസം കോഴിക്കോട് താമസിച്ചാണ് ആ കോൺഫറൻസ് നടന്നത്. റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക പെർമിഷനോടുകൂടി ഒരു ഡെസ്ക് ഇടാനുള്ള സാഹചര്യം ഉണ്ടായി. ട്രെയിൻ ഇറങ്ങി വരുന്നവരെ സ്വീകരിച്ച് ഹോട്ടലുകളിലേക്ക് എത്തിക്കാന്ന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300-ൽ പരം ആളുകൾ അന്ന് പങ്കെടുത്തിരുന്നു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 300-ൽ പരം ആളുകൾ അന്ന് പങ്കെടുത്തിരുന്നു. ഏകദേശം മലബാർ പാലസ് ആയിരുന്നു ഇതിന്റെ ഹോസ്റ്റിംഗ് പ്ലേസ്. മലബാർ പാലസിന്റെ എയർ കണ്ടീഷൻ ഹാള് താഴത്തെ ഏറ്റവും വലിയ ഹാളും മുകളിലുള്ള ചെറിയ ഡിസ്കഷൻ ഹാളുകളും ഒക്കെ അന്ന് എടുത്തിരുന്നു. ഭക്ഷണം അടക്കമുള്ള പാക്കേജാണ് എടുത്തിട്ടുള്ളത് 4 ദിവസം. ആ ഏരിയയിലുള്ള ഹോട്ടലുകൾ മുഴുവൻ എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവർക്ക് താമസിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ 4 ദിവസം നടക്കുന്ന കോൺഫറൻസ് ആണ്. പത്രമാധ്യമ പ്രവർത്തകർക്ക് ഇത് ഒരു പുതിയ സാധനമായിരുന്നു അന്ന്. ഇതെന്താണെന്നറിയില്ല. ഫോട്ടോ എടുക്കാൻ പാടില്ല, പേര് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പത്രക്കാരുടെ മുന്നിൽ നമ്മളെ ഏക്കാര് ചെന്നപ്പോൾ അവർ അന്തം പൊട്ടിക്കുകയായിരുന്നു. അന്ന് പബ്ലിക് ഇൻഫർമേഷൻ ചെയർമാനായ മുംബൈയിലെ പുഷൻ പത്രസമ്മേളനത്തെ അഭിമുഖീകരിച്ചപ്പോൾ അവരാദ്യം ചോദിച്ച ചോദ്യം, നിങ്ങളെന്താ തീവ്രവാദികളാണോ? നിങ്ങൾ പേര് പറയൂല, നിങ്ങൾ ഫോട്ടോ തരൂല, നിങ്ങളെന്താ അണ്ടർഗ്രൗണ്ട് സംഘടനയാണോ? അവർക്കറിയില്ല. അവരോട് സൗമ്യമായ ഭാഷയിൽ വളരെ പ്ലസന്റായി പുഷൻ പറഞ്ഞ് എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ജീവനും ജീവിതവും രക്ഷപ്പെടുന്നതിലൂടെയാണ്. ഞങ്ങളെ ജീവനും ജീവിതവും സഹായിക്കണം. അതിന് താഴെ വീണ കേൾക്കുന്ന നിശബ്ദതയിലാണ് അന്നത്തെ പത്രമാധ്യമ പ്രവർത്തകർ കേട്ടിരുന്നതും. അവർ ക്യാമറകളൊക്കെ ഓഫാക്കി. പിറ്റേ നാൾ മുതൽ വന്ന പത്രങ്ങളിലും മറ്റു വാർത്തകളിലും ആരുടെയും പേരുണ്ടായിരുന്നില്ല. അവർ കൃത്യമായി ആൽക്കോളിക്സ് അനോണിമസിനെ റിപ്പോർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ ഒരു ശരിക്ക് ശക്തമായ ഒരു സന്ദേശം കോഴിക്കോടും ജില്ലയിലും പ്രാന്തപ്രദേശങ്ങളിലും വ്യാപിപ്പിക്കുന്നതിന് കാരണമായി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഈ 2003 ജനറൽ സർവീസ് കോൺഫറൻസ്. അതിനുശേഷവും കോൺഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിലും 2003 ജനറൽ സർവീസ് കോൺഫറൻസ് ഇത്തരത്തിൽ സ്മരിക്കപ്പെടുന്നു എന്നുള്ളതൊരു സത്യമാണ്. 2003 ശേഷം 2003 മുമ്പ് തന്നെ കേരള ഇന്റർ ഗ്രൂപ്പ് എന്ന് എല്ലാ സ്ഥലത്തു നിന്നും എത്തുന്ന ആളുകൾ ഒരു ഇന്റർ ഗ്രൂപ്പിന്റെ കീഴിൽ അണിനിരക്കുക എന്നുള്ളതിൽ നിന്നും ബുദ്ധിമുട്ടായി മാറിയൊരവസ്ഥ ഉണ്ടായി. അതാത് പ്രദേശങ്ങളിലേ വളരാൻ തുടങ്ങി.
പ്രത്യേകിച്ച് വയനാട്ടിൽ. ഇന്ന് മരിച്ചു ഡിസ്ട്രിക്ട് കമ്മിറ്റി എന്ന പദം ഉപയോഗിച്ചത്. നിങ്ങൾ അതിനെ എതിർത്തു എന്നുള്ളതാണ്. ഡിസ്ട്രിക്ട് കമ്മിറ്റിയോ? ഇതെന്താ? അതെ, പാർട്ടിയുടെ പരിപാടിയാണോ? ജില്ലാ കമ്മിറ്റി അങ്ങനെയൊന്നും ഇല്ലാന്നാ പറഞ്ഞു. ഞങ്ങൾക്ക് ആ കൂടെ അറിയുന്ന ഒരു പരിപാടി ഇന്റർഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അന്ന് ഞങ്ങൾ ഇന്റർഗ്രൂപ്പിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന ആളുകളാണ്. ഇന്റർഗ്രൂപ്പ് വരാൻ പാടുള്ളൂ, മറ്റൊന്നും ഏലില്ല. പക്ഷേ വിശാലമായിട്ടുള്ള വായനയും അറിവും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനോടൊപ്പം എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ചിന്തയ്ക്കൊപ്പം എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. താഴോട്ട് ഇറങ്ങി വരാൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. ആ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നീട് വയനാട് ഇന്റർഗ്രൂപ്പായി മാറി. ഇപ്പൊ 2 ഇന്റർഗ്രൂപ്പ് നിലവിൽ വന്നു. കോഴിക്കോട് ഒരു ഇന്റർഗ്രൂപ്പ് നിലവിൽ വന്നു. കേരള ഇന്റർഗ്രൂപ്പിൽ നിന്നും മാറിയതും പുതിയതായി വന്നതുമായ 10-12 ഗ്രൂപ്പുകൾ നിലവിൽ വന്നു. ആ കോഴിക്കോട് ഇന്റർഗ്രൂപ്പ് ശരിക്കും രൂപം കൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരാളെന്ന നിലയിൽ എന്നെയാണ് അവർ ചെയർമാനാക്കിയത്. സെക്രട്ടറിയായി ശ്രീധരൻ കണ്ണഞ്ചേരി, ബേപ്പൂര് നമ്മളെ രത്നാകരേട്ടൻ അതിന്റെ ട്രഷററുമായി. അങ്ങനെയാണ് ശരിക്കും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കപ്പെട്ടത്. നമ്മളെ കൊയിലാണ്ടി സുധാമേട്ടന്റെ ശക്തമായ സഹകരണം ഉണ്ടായിരുന്നു. അത് മുന്നോട്ട് ആരംഭിക്കപ്പെട്ടപ്പോൾ തൊട്ടടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്തത് നവംബർ 18, 2003 ഡിസംബർ 18, 2003 ഡിസംബർ 19 അടുത്ത ദിവസം തൊടുപുഴ ഇന്റർഗ്രൂപ്പും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഒരു ദിവസം വ്യത്യാസത്തിലാണ് 2 ഇന്റർഗ്രൂപ്പുകളും ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആ ഇന്റർഗ്രൂപ്പുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സമയത്ത് ഒരുവിധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കോഴിക്കോടും ഉണ്ടായിരുന്നു. മാതൃ ഇന്റർഗ്രൂപ്പിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയവർ, അല്ലെങ്കിൽ റിബലുകളായി മാറിയവർ എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം പ്രധാനപ്പെട്ട ഒരു ഇന്റർഗ്രൂപ്പിനോട് തോന്നിയ ഒരു അഡിക്ഷൻ ആണെന്ന് എല്ലാവർക്കും. അതിൽ നിന്ന് മാറി ഒരു ഇന്റർഗ്രൂപ്പ് ഉണ്ടാക്കുകയോ കോഴിക്കോട് എന്നുള്ളൊരു ചിന്തയായിരുന്നു. അതിനുശേഷം വന്ന സോമേട്ടൻ തുടങ്ങിയവരൊക്കെ വളരെയധികം സപ്പോർട്ട് തന്നിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു പ്രധാനപ്പെട്ട അംഗം എന്നോട് പറഞ്ഞത്, നിങ്ങൾ കേരള ഇന്റർഗ്രൂപ്പിന്റെ ഹൃദയം പിളർന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ കഴിയാത്ത വൈകാരികതകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്ക് കോഴിക്കോട് ഇന്റർഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായി തന്നെയാണ് പോയത്. ഏറ്റവും കൂടുതൽ പബ്ലിക് ഇൻഫർമേഷൻ പരിപാടികളും 12-ാം പടി പ്രവർത്തനങ്ങളിലും കേന്ദ്രീകരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രവർത്തനം. പിന്നീട് ചരിത്രം ഞാൻ എല്ലാം പറയുന്നില്ല. ഓരോ സ്ഥലത്തും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകൾ തുടങ്ങുക, ഇങ്ങനെ വർഷവും മറ്റു കാര്യങ്ങളും പറഞ്ഞു പോകുന്നതിനോടൊപ്പം ചെറിയ തമാശകളൊക്കെ ആവാം, ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച. ചില ദിവസങ്ങളിൽ വൈകുന്നേരം കാണുമ്പം സൊമേട്ടൻ പറയും, നമുക്ക് കുന്നത്ത് പാലത്ത് ഒന്ന് കൊടുത്താലോ. ഞാൻ ചോദിക്കും, കുന്നത്ത് പാലത്ത് ആരാ ഉള്ളത്? എടോ നമ്മളെ ഭൂശാരി ബാബുവട്ട സോബറായി. ആണോ? എത്രയായി? 3 മാസമായിടോ. കൊടുക്കണ്ടേ എന്ന്? അവൻ കൂടെ ബോബ് വേണ്ടേ? ഇല്ലല്ലേ ആയിട്ടുള്ളൂ, ബോബ് വേണ്ടേ? ബോബിന് നമുക്ക് പുറത്തുനിന്ന് കൊടുക്കാടോ, ഒരാഴ്ചത്തേക്ക് പോകും, സാധനം തുടങ്ങാം. ഇങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞ ഗ്രൂപ്പുകൾ ഓരോ സ്ഥലത്തും തുടങ്ങുന്നത്. കണ്ടുപിടിക്കുകയാണ്. സ്കൂള്, വായനശാലകൾ, അതുപോലെ തന്നെ ഇതിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലം, അതുപോലെയുള്ള കലാകേന്ദ്രങ്ങൾ തുടങ്ങിയ എല്ലാ സ്ഥലത്തും പോയി ചോദിക്കുകയാണ് അനുവാദം. ഗ്രൂപ്പുകൾ ഇങ്ങനെ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ അതിതീവ്രമായൊരു വളർച്ചയാണ് അക്കാലത്ത് ഉണ്ടായത്. ന്യൂയോർക്കില് എവിടെയോ മുട്ടുസൂചി കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഗ്രൂപ്പുകൾ വരുന്നു, അത്രയും ഗ്രൂപ്പുകളൊന്നും ഇപ്പോൾ എഴുതാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ ഭൂപടത്തിൽ. മുട്ടുസൂചി കുത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ആരോ പറഞ്ഞു കേട്ടതാണ്, ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല. അന്നത്തെ കാലത്ത് അദ്ദേഹം സോമേട്ടൻ പറഞ്ഞിരുന്നു, നമുക്കും മുട്ടുസൂചി ഇവിടെ കുത്തേണ്ടി വരുന്നതാണ്. ജില്ലാ മാപ്പില് അഹോരാത്രം പണിയെടുക്കുന്ന അവസ്ഥ. പേഴ്സണൽ ഷെയറിംഗ് ആയിട്ട് പോവുകയാണെങ്കിൽ അക്കാലത്ത് കുടുംബമൊക്കെ
സുബോധാവസ്ഥയിൽ തന്നെ എന്നെ പോലുള്ളവരെയൊക്കെ പകുതിയിലേറെ തിരസ്കരിച്ചതുപോലെ ആയിരിക്കുന്നു. കാരണം കുടിച്ചാലും കണക്കാണ്, കുടിച്ചില്ലെങ്കിലും കണക്കാണ്. കുടിച്ചാൽ കുപ്പിയും കൊണ്ട് അലയുക, കുടിച്ചില്ലെങ്കിൽ കുറെ പാമ്പ്ലെറ്റും അതും ഇതൊക്കെ എടുത്ത് കശത്ത് വെച്ചിട്ട് രാവിലെയും വൈകുന്നേരം ഇറങ്ങുക. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നൈറ്റ് ഷിഫ്റ്റിലും മറ്റു സ്ഥലങ്ങളിലും ഇവിടേക്കൊക്കെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുടി നിർത്തിയാലും നന്നാവൂല എന്നുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും ഒക്കെ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അന്ന് നടന്നത്. ഒരു കാലത്തും നന്നാവില്ല, ഇതൊക്കെ ഇങ്ങനെ പോയി തീരും. എനിക്ക് പരിചയക്കാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ഇതിനുള്ളിൽ നിന്ന് തീക്ഷണമായിട്ടുള്ള എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും എല്ലാം നേരിട്ടിട്ടും ശരിക്കും പറഞ്ഞ സുബോധം കൈവിടാതെ തളരാതെയാണ് എല്ലാവരും അത് മുന്നോട്ട് കൊണ്ടുപോയത്. അന്നത്തെ കാലം ഗ്രൂപ്പുകൾ കണ്ടമാനം വന്നു എന്നുള്ളതാണ്. ലിറ്ററേച്ചറുകൾ ശരിക്കും പറഞ്ഞ വായിക്കാനും വരുത്താനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായി. ബർത്ത്ഡേ ടോക്കൺ കൊടുക്കാനും ബർത്ത്ഡേകൾ ആഘോഷിക്കാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായി. പതുക്കെ ആൽക്കഹോളിക്സ് അനോണിമസ് വളർന്നു. ഇനി ഞാൻ ദീർഘമായിട്ട് നീട്ടിക്കൊണ്ട് പോകണില്ല. ഞാൻ ഇതിലേക്ക് നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഇനി ഒരുപാട് പറയാനുണ്ട്. പിൻകാലത്ത് അന്ന് ശരിക്കും പറഞ്ഞ 10-12 പേരില്ലാതെ ഒറ്റപ്പെട്ട് ആരംഭിച്ച കോഴിക്കോട് ഇന്റർ ഗ്രൂപ്പ് 4 ഇന്റർ ഗ്രൂപ്പുകളായിട്ട് ഭാഗിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വളർന്നു എന്നതാണ്. ശരിക്ക് ബീജഭാവം ചെയ്തത് എറണാകുളത്താണെങ്കിലും വളർന്നത് കോഴിക്കോടാണ്. എപ്പോഴും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3-2 ഭാഗം അല്ലെങ്കിൽ 4-3 ഭാഗമൊക്കെ മെജോറിറ്റി കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആയി മാറി എന്നുള്ളതാണ്. അത് മലപ്പുറം ജില്ലയിലേക്ക് വ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, വയനാട് ജില്ലയിലേക്ക് വ്യാപിക്കപ്പെട്ടു. ഇന്നത്തെ അവസ്ഥയൊന്നും അല്ല വയനാട് ജില്ല. അന്ന് കൽപ്പറ്റയിൽ ഒരു മീറ്റിങ്ങിന് പോയ ഇന്നത്തെ വാർഷികമാണ്, ഒരു രക്ഷയില്ല. 65-70 ആളുണ്ടാവും കൽപ്പറ്റ മീറ്റിങ്ങിന്. ഞാനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ബാക്കിൽ എവിടെയെങ്കിലും ഇരുന്ന് മുഖപരിചയം ഉണ്ടെങ്കിൽ വിളിച്ചാലായി. എന്നുള്ള എല്ലാവരും ഷെയർ ചെയ്യണം എന്നുള്ള രീതിയൊന്നും അന്നില്ല. വിളിക്കണവർ ഷെയർ ചെയ്യും, സമയമാകുമ്പോൾ നിർത്തും. അങ്ങനെയാണ്. അടുത്ത മീറ്റിങ്ങിന് എവിടെയും പോകുമ്പോൾ ഷെയർ ചെയ്യാം, അത്രയൊക്കെ ഉള്ളൂ. ഇതിലെവിടെ ഷെയർ ചെയ്യാൻ കഴിയും 65-70 ആള്? അതുപോലെ തന്നെയാണ് തിരുവമ്പാടി മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂമിന് ചുറ്റും ഇങ്ങനെ വട്ടത്തിലിരുന്ന് ആളുകൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു ഇങ്ങനെ പോണ ഒരവസ്ഥയുണ്ട്. അപ്പൊ എല്ലാ ആൽക്കഹോളിക്സ് അനോണിമസ് ഗ്രൂപ്പുകളിലും ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലും അന്ന് ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ശരിക്ക് 99 എപ്പോഴും പറയുന്ന കാര്യമാണ്, 99 കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന സുരക്ഷാ ഗ്രൂപ്പിന്റെ വാർഷികം, എ ഗ്രൂപ്പിന്റെ വാർഷികം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു വർഷത്തെ ടോക്കൺ നഷ്ടപ്പെട്ട നിലയിലാണ്. ഒരു ദിവസം ഞാൻ വീണുപോയി. എൻ്റെ കൂടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രവിയേട്ടൻ, പട്ടർ സ്വാമിയേട്ടൻ തുടങ്ങിയവരൊക്കെ അന്ന് ടോക്കൺ വാങ്ങുന്ന ദിവസമാണ്. അന്ന് നഷ്ടപ്പെട്ടിട്ട് ഞാൻ വീണ്ടെടുത്തിട്ട് 3 മാസമായി. എനിക്കിന്ന് ഓർമ്മയുണ്ട്. ജൂലൈയിൽ ഏകദേശം 450ഓളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 50-ൽ താഴെ മാത്രമേ അല്ലെന്നോ ഉണ്ടാവുള്ളൂ. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു. മംഗലാപുരത്തു നിന്നുള്ള വർമാജി ഒക്കെ വന്നിട്ടുണ്ടെന്ന്, ജോയിക്കുട്ടി മാഷ് തുടങ്ങിയവരൊക്കെ എത്തിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉണ്ടായിരുന്നതിൽ അപ്പുറം നാട്ടിലും ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന കൃത്യമായി 27 വർഷം മുമ്പുള്ള കാര്യമാണ്. അത് പറയാൻ കാര്യം, അന്ന് ആ കൂടി നിന്നതിൽ ഒരു 300-350 ആളുകൾ, 350-ന് മുകളിലുള്ള ആളുകൾ ഏക്കാരാണ്. അതിന്റെ പകുതിയോ 4-നോ സുബോധാവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ ഇന്ന് 25 വർഷം കഴിഞ്ഞ് എത്ര പേര് കേരളത്തിൽ കാണണം? ആയിട്ടില്ല. വിരൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ അതിൽ നിന്നായിട്ടുള്ളൂ. ഇന്ന് 25-26 വർഷം കഴിഞ്ഞിട്ടുള്ളവർ നിങ്ങൾ കണക്കെടുത്താൽ മനസ്സിലാവും. അപ്പൊ വലിയ വലിയ ആൾക്കൂട്ടങ്ങൾ അന്ന് വന്നിരുന്നു, വലിയ വലിയ പ്രകടനങ്ങൾ നടന്നിരുന്നു, വലിയ വലിയ ആഘോഷങ്ങൾ നടന്നിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രക്ഷപ്പെടലിന്റെ തോത് കുറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. കൃത്യമായി എയുടെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് ജീവിക്കുകയും എയുടെ തത്വങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി ആത്മാർത്ഥതയോടുകൂടി എയിൽ ജീവിക്കുകയും ചെയ്ത ആളുകൾ മാത്രമേ ആൽക്കഹോളിക്സ് അനോണിമസിൽ ജീവനോടെ സുബോധത്തോടുകൂടി അവശേഷിച്ചിട്ടുള്ളൂ എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. NP ആഫീസ് മുഹമ്മദ് സാറ് അവിടെ ഇന്റേൺഷിപ്പിന് ആ ഹോസ്പിറ്റലിൽ വന്ന കുട്ടികൾക്ക്, ഈ അഡ്മിഷനുള്ള ആളുകൾക്കെല്ലാം ഒരു കത്തയക്കാൻ പറഞ്ഞു. 1000-10,000 ആളുകൾ അഡ്മിഷൻ ആയിട്ടുണ്ട്. പിൻകാലത്ത് അത് ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം ഒക്കെ ആയിട്ടുണ്ടാവും. ഈ അടുത്ത കാലത്ത് അത് ക്ലോസ് ചെയ്ത്.
അത്രയും ആളുകൾ അവിടെ ചികിത്സിച്ച് പോയിട്ടുണ്ട് കത്തയച്ച്. അദ്ദേഹം പിൻകാലത്ത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 70% കത്തുകളും തിരിച്ചു വന്നു. കത്തുകൾ തിരിച്ചു വരുന്നതിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ മേൽവിലാസം തെറ്റായിരിക്കണം, ഇല്ലെങ്കിൽ ആ മേൽവിലാസത്തിലുള്ള ആൾ അല്ലെങ്കിൽ ആ കത്തിൽ എഴുതിയിരിക്കുന്ന ആൾ ജീവനോടെ ഉണ്ടായിരിക്കരുത്. രണ്ടാമത്തെ കാര്യമാണ് കൺഫേം ചെയ്തപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് നടന്നത്. ജീവനോടെ ഇല്ല. ഇതിനധികം പോകുന്നു. 107ാമത്തെ ബാച്ചാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ അഡ്മിഷൻ ഡിസ്ചാർജ് കാർഡ് എൻ്റെ മൊബൈലിലുണ്ട്. ആ ഭാര്യ സൂക്ഷിച്ചു വെച്ചിരുന്നു, ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതിന് ഞാൻ ഫോട്ടോ എടുത്ത് പരിപാടിയൊക്കെ ചെയ്ത് ഞാൻ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ പഴയ സാധനം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ അഡ്മിഷൻ്റെ ഡിസ്ചാർജ് ആയ കാർഡും ആ വർഷം, ദിവസം, മാസം എല്ലാം ഉണ്ടായില്ല. അപ്പൊ ഞാൻ എന്താ ഇത് പറയണമെന്ന് വെച്ചാൽ 107ാമത്തെ ബാച്ചിൽ 17 പേരുണ്ടായിരുന്നു, 18ഓളം പേരുണ്ടായിരുന്നു. 18 ഉണ്ടായിരുന്നു. അതിൽ ഇന്ന് ജീവനോടെ സുബോധത്തോടു കൂടി ജീവിക്കുന്ന 3 പേരേ ഉള്ളൂ, ഞാനടക്കം. ഞാൻ, ദേവിയേട്ടൻ, ഭട്ടരവിശേട്ടൻ. ഈ 27 വർഷം കഴിഞ്ഞുള്ള അവസ്ഥ അല്ല പറയണത്. ഏകദേശം ഒരു 10 വർഷത്തിന് മുമ്പ് തന്നെ അത് തീരുമാനമായി കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറെ ആളുകൾ പോയി, തിരിച്ചു പോയി കുടിച്ച്. അവർ ജീവനോടെ ഇല്ല, അവർ പോയി. അതിനുശേഷം ആരൊക്കെ മരിച്ചിട്ടുണ്ടെന്നൊക്കെ കൃത്യമായി രവിയേട്ടനറിയാം. ഈ 15 പേരും അതിദാരുണമായ രീതിയിൽ തിരിച്ചു പോയി കുടിച്ച് മരിക്കേണ്ടായി. ഒരു ബാച്ചിൽ അഡ്മിറ്റ് ആയി കിടന്ന് പുറത്തിറങ്ങിയവരുടെ കഥയാണ്. ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൽക്കോളിക്സ് അനോണിമസിൽ കേരളത്തിൽ ഗ്രൂപ്പുകളുടെ, അതിനെന്താ പറയാന്ന് അറിഞ്ഞില്ല, പെരുക്കമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം, ഗ്രൂപ്പുകളുടെ അത്ഭുതകരമായ ഒരു വളർച്ച നടന്നൊരു കാലഘട്ടമുണ്ട്. അത് 2010 മുതൽ 2015 വരെയാണ്. എവിടെയെങ്കിലും അന്ന് അതിന്റെ GSO ചെയർമാനായിരുന്ന നമ്മളെ ബെല്ലാജി പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ഗിന്നസ് റെക്കോർഡായിരുന്നു. എയില് റെക്കോർഡും കപ്പും ഒന്നും തരണില്ലല്ലോ, അല്ലെങ്കിൽ ഇത് റെക്കോർഡാണ്. 150ഓളം പുതിയ ഗ്രൂപ്പുകൾ. 150 പുതിയ ഗ്രൂപ്പുകൾ എന്ന് വെറും പ്രഹസനത്തിന് വേണ്ടി കേരളത്തിലെ ആളുകൾ പറയുകയാണ് എന്ന് ധരിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന്, നമ്മളെ GSOയിൽ നിന്ന് ആളുകൾ ഇവിടെ അത് പരിശോധിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ശരിയാണോ എന്നറിയാൻ. ഒരു അത്ഭുതപ്പെട്ടു പോയ വളർച്ചയാണ്. കോഴിക്കോടല്ല, ആ വളർച്ച കൂടുതലും ഉണ്ടായത് കണ്ണൂരാണ്. കണ്ണൂരും പ്രാന്തപ്രദേശങ്ങളിലും ആ വളർച്ച അക്കാലത്ത് ഉണ്ടായി. തലശ്ശേരിയും പ്രാന്തപ്രദേശങ്ങളിലും വളർച്ചയുണ്ടായി. കൊയിലാണ്ടിയും പ്രാന്തപ്രദേശങ്ങളിലും വളർച്ചയുണ്ടായി. ആ കാലഘട്ടത്തിൽ വിചാരിച്ചിരിക്കാത്ത മലപ്പുറത്ത് പല സ്ഥലങ്ങളിലും വളർച്ചയുണ്ടായി. പ്രത്യേകിച്ച് തിരൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ള വളർച്ച. എറണാകുളം ഭാഗത്ത് കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടായി. ശരിക്ക് ആ 150ഓളം ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായത് കോഴിക്കോട് മാത്രമല്ല. സേവനം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ചെയ്യപ്പെട്ടതിന്റെ ഒരു ഗുണമാണ്. വികേന്ദ്രീകരണം നടത്തിയതിന്റെ ഒരു ഗുണമാണ്. കേന്ദ്രീകരണം നടത്തുമ്പോഴൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വികേന്ദ്രീകരണം നടത്തി അവരവരുടെ മേഖലയിൽ സേവനം അനുഷ്ഠിക്കട്ടെ, പണിയെടുക്കട്ടെ എന്നുള്ള രീതിയിൽ വിട്ടുകൊടുത്തതിന്റെ ഒരു ഫലമാണത്. അത്രയും ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആൽക്കോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ട്രസ്റ്റിമാരുടെ കാര്യം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് 1999 കേരളത്തിന് മാത്രമായി ഒരു ട്രസ്റ്റി ഉണ്ടായത് നമ്മളെ ജോസഫ് മാഷാണ്. അതിനുശേഷം അദ്ദേഹത്തിന് 99 മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിൻകാലത്ത് 2005, ശരിക്കും പറഞ്ഞാൽ 2004 അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. 2004 കാലാവധി കഴിഞ്ഞ് മരിച്ചുപോയ സണ്ണി കുടക്കച്ചിറയെ ട്രസ്റ്റിയായി തിരഞ്ഞെടുക്കുകയും എല്ലാ പേപ്പർ വർക്കും നടത്തുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഞാൻ ട്രസ്റ്റിയായി പോകുന്നില്ല എന്ന് പ്രസ്താവിക്കുകയും പോകുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ രണ്ടാമതൊരു ട്രസ്റ്റിയെ കൊടുക്കണമെങ്കിൽ 1 വർഷമാവും. ഇപ്പോഴും അങ്ങനെയാണ്. ഒരു നവംബർ കോൺഫറൻസ് ട്രസ്റ്റി ഇല്ലാതെ കടന്നുപോയി. അടുത്ത കോൺഫറൻസിൽ ഒരു ട്രസ്റ്റിയെ കൊടുക്കാൻ കഴിയുള്ളൂ. ആ 1 വർഷം ലാപ്സായി. അടുത്ത കോൺഫറൻസിൽ നമ്മളെ തിരുവമ്പാടി സണ്ണിച്ചായനെ ട്രസ്റ്റിയായി കൊടുത്തു. 2005 മുതൽ 2005 മുതൽ 2010 വരെ 2010 വരെ തിരുവമ്പാടി സണ്ണിച്ചേട്ടൻ ട്രസ്റ്റിയായി. ആ കാലഘട്ടങ്ങളിൽ വന്ന ഒരു പ്രധാന മാറ്റത്തിലൊന്ന്,
സണ്ണിച്ചായന്റെ സർവീസ് പീരീഡിന്റെ പകുതിയിലോ അവസാനത്തിലോ ആണ്, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ജനറൽ സർവീസ് കോൺഫറൻസുകൾ ഒരു സ്ഥലത്തേക്ക് വെച്ച് നടത്താനും അതിന് കേന്ദ്രീകൃത ഒരു സ്വഭാവം ഉണ്ടാവാനും തീരുമാനിച്ചു. അതായത് പിൻകാലത്ത് ഇനി അവിടെ കൊണ്ടുപോകുന്ന പരിപാടിയില്ല, മുംബൈയിൽ മാത്രം നടത്തുക എന്ന രീതിയിലേക്ക് കോൺഫറൻസ് തീരുമാനിക്കപ്പെട്ടു. അത് മാത്രമല്ല, കൺവെൻഷൻ രീതി അതിൽ നിന്ന് പാടെ എടുത്തു കളഞ്ഞു, വളരെയധികം എടുത്തു കളഞ്ഞു. അത് ആഘോഷത്തിന്റെയും മറ്റ് കൺവെൻഷൻ പരിപാടിയൊന്നും അതിലില്ല. കൃത്യമായ രീതിയിൽ ഡെലിഗേറ്റ്സ്, ട്രസ്റ്റീസ്, എ ക്ലാസ് ബി ക്ലാസ് ട്രസ്റ്റീസ് അടങ്ങുന്ന ഇവർക്ക് മാത്രം പ്രവേശനം. അതിൽ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇല്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ സന്ദേശം എത്തിക്കാം തുടങ്ങിയ കാര്യങ്ങൾ, അതിനുള്ള ഫണ്ട് എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങൾ, അതിനെത്ര ചെലവാകും എന്നുള്ള കാര്യങ്ങൾ, അതിനെത്ര നൂതന ആശയങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ചികിത്സാലയങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ, ആ ചികിത്സാലയങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള ബോധവൽക്കരണം നമുക്ക് സേവകർക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ള കാര്യങ്ങൾ, എണ്ണമറ്റ കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യുന്ന രീതിയിലുള്ളൊരു കോൺഫറൻസ് സമ്പ്രദായം നിലവിൽ എന്നുള്ളതാണ്. 2010 സണ്ണിച്ചായൻ റൊട്ടേറ്റഡ് ആയി. 2010 മുതൽ 2015 വരെ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ട്രസ്റ്റിയായി. ഇതിനിടെ പറയാനൊരു കാര്യമുണ്ട്. സണ്ണിച്ചായന്റെ കോൺഫറൻസ് പീരീഡിൽ തന്നെ ഇന്ത്യയിൽ നിന്നും വേൾഡ് സർവീസിലേക്ക് ഡെലിഗേറ്റ്സിനെ അയക്കുന്ന പരിപാടി ഉണ്ടായി എന്നുള്ളതാണ്. വേൾഡ് സർവീസിന്റെ മീറ്റിംഗ്, നമ്മളെ GSO കോൺഫറൻസ് പോലെ വേൾഡ് സർവീസിന്റെ മീറ്റിംഗ് നടക്കുന്നത് ന്യൂയോർക്കിലായിരിക്കും, എക്കാലത്തും അമേരിക്കയിലാണ്. ആ കോൺഫറൻസിലേക്ക് ഇന്ത്യയുടെ ഒരു പ്രതിനിധി പങ്കെടുക്കും. അവരെ ട്രസ്റ്റിമാരിൽ നിന്നാണ് തിരഞ്ഞെടുക്കുക. അത് ക്ലാസ് A ട്രസ്റ്റി ആവാം, ക്ലാസ് B ട്രസ്റ്റി ആവാം. അതായത് നോൺ ആൽക്കഹോളിക് ട്രസ്റ്റിക്കും വേൾഡ് സർവീസ് പ്രതിനിധിയായിട്ട് പോവാം, അതുപോലെ ആൽക്കഹോളിക് ട്രസ്റ്റിക്കും വേൾഡ് സർവീസിലേക്ക് പ്രതിനിധിയായി പോവാം. നമ്മളെ കേരളത്തിൽ നിന്നും വേൾഡ് സർവീസിലേക്ക് പങ്കെടുത്ത ആദ്യത്തെ നോൺ ആൽക്കഹോളിക് ട്രസ്റ്റിയാണ് ഡോക്ടർ ഗോപാലൻ. അദ്ദേഹത്തിന് വേൾഡ് സർവീസ് ഡെലിഗേറ്റ് ആയിട്ട് ആ അമേരിക്കയിൽ നടന്ന വേൾഡ് സർവീസ് മീറ്റിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് പങ്കെടുത്ത് തിരിച്ചു വന്ന് അതിന്റെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിൻകാലത്ത് ആൽക്കഹോളിക് ആയിട്ടുള്ള ട്രസ്റ്റിമാർ ധാരാളം പോയിട്ടുണ്ട്. അതുപോലെ 2010 കാലയളവിലായപ്പോ വേൾഡ് സർവീസ് പോലെ തന്നെ ശക്തമായ ഒരു സേവന മേഖല ഏഷ്യൻ പ്രദേശങ്ങളിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്ക, യൂറോപ്യൻ, ആഫ്രിക്കൻ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ റഷ്യ നമ്മൾ ഇതിലേക്ക് വരുന്നുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള കൂട്ടായ്മകൾക്കപ്പുറം ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വേണം എന്നുള്ള തീരുമാനത്തിന്റെ ഫലമായി ഒരു ഏഷ്യ സേവന കമ്മിറ്റി രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പറഞ്ഞ ഏഷ്യ ഓഷ്യാന സർവീസ് മീറ്റ് എന്നാണ്, AOSM, ഏഷ്യ ഓഷ്യാന സർവീസ് മീറ്റ്, AOSM. AOSMത്തിൽ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഡെലിഗേറ്റ്സുകൾ പോയിരുന്നു. അവരെയും തെരഞ്ഞെടുക്കുന്നത് ട്രസ്റ്റിമാരിൽ നിന്നാണ്. ആൽക്കഹോളിക് ആയിട്ടുള്ള ട്രസ്റ്റിമാർക്ക് മാത്രമേ AOSM ഡെലിഗേറ്റ് ആവാൻ സാധിക്കുകയുള്ളൂ. വേൾഡ് സർവീസിന്റെ ഡെലിഗേറ്റ് ആവുന്ന പോലെ നോൺ ആൽക്കഹോളിക് ഡെലിഗേറ്റ് ആവാൻ സാധിക്കില്ല. ആൽക്കഹോളിക് ട്രസ്റ്റി ആയിരിക്കണം. അങ്ങനെ 2009 എനിക്ക്, അന്ന് ഞാൻ ട്രസ്റ്റി ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് AOSM ഡെലിഗേറ്റ് ആയി പ്രവർത്തിക്കാൻ സാധിച്ചു. എന്നെ തെരഞ്ഞെടുത്തു, ഞാൻ പോയി. 4 വർഷം, അതായത് 2 വർഷം കൂടുമ്പോഴാണ് കോൺഫറൻസ്. ഒന്ന് ദുബൈയിൽ അറ്റൻഡ് ചെയ്തു, ഒന്ന് മംഗോളിയയിൽ അറ്റൻഡ് ചെയ്തു. സ്വന്തം പൈസയിൽ പോകണം, ചെറിയ രജിസ്ട്രേഷൻ പൈസ മാത്രമേ അവിടെ നിന്ന് കിട്ടുള്ളൂ, ബാക്കിയൊക്കെ സ്വന്തം ചെലവിൽ പോകണം. ആൽക്കഹോളിക് ട്രസ്റ്റിമാർക്ക് അങ്ങനെയാണ്. അങ്ങനെ AOSM ശരിക്കും പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അതിലൊരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ സ്പോൺസറിങ് നെയ്ബർ കൺട്രീസ്. ഞാൻ അതും കൂടെ പറഞ്ഞു നിർത്താം. നമ്മളെ അയൽവാസികളെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. ഒരു ജില്ലയുടെ അതിർവരമ്പില്ലാതെ, ഭാഷയുടെ അതിർവരമ്പില്ലാതെ, സാമുദായിക അതിർവരമ്പുകളില്ലാതെ, ജാതി മത അതിർവരമ്പുകളില്ലാതെ, നിറവ്യത്യാസങ്ങളില്ലാതെ, വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും എന്നുള്ള വ്യത്യാസമില്ലാതെ, സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും എന്നുള്ള വ്യത്യാസമില്ലാതെ, ഈ സമൂഹത്തിലുള്ള കാണിക്കുന്ന ഒരു വ്യത്യാസവും ഇല്ലാതെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് എന്ന് ബില്ല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് അമേരിക്കയുടെയും കാനഡയുടെയും
ശരിക്കും പറഞ്ഞ അവകാശമായി തീരേണ്ട ഒരു സാധനം അത്. ഒരു കോപ്പിറൈറ്റിൽ തീർക്കാം. അത് ലോകത്തിന് വേണ്ടി യാതൊരു ഉപാധികളും ഇല്ലാതെ തുറന്നു കൊടുത്തതാണെന്ന് ബില്ലിന്റെ ഏറ്റവും വലിയൊരു മനസ്തത. ലോകത്ത് എവിടെയും മദ്യാസക്തം ഒരുപോലെ ആയിരിക്കും. അവന്റെ രക്ഷപ്പെടൽ വേണം, രക്ഷപ്പെടാൻ ഏതാ ഒരു സാധനമുണ്ട്, അത് സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യണം. നമ്മൾ ശരിക്കും ശ്രീലങ്കയെ ഇന്ത്യ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, ബംഗ്ലാദേശിനെ ഇന്ത്യ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, തമിഴ്നാടിനെ കേരളം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2010 ശേഷം, 2015 ശേഷം 2020 വരെ ട്രസ്റ്റി ആയിരുന്നത് അശോകേട്ടൻ. അശോകേട്ടന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതും കൂടെ പറയുകയാണ്. കാരണം നമ്മള് അവിടെയുള്ള ആൽക്കഹോളിക്സിന് എടുക്കുകയും അവർക്ക് സൗജന്യമായി ലിറ്ററേച്ചർ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സഹായിക്കുക എന്നുള്ള പരിപാടിയാണ് ബംഗ്ലാദേശിലും ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ശ്രീലങ്ക, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ശ്രീലങ്കയിൽ പോയിട്ടൊരു പരിപാടി നടത്തണം, അതിന് സ്വന്തം ഇതിൽ പോകാൻ തയ്യാറുള്ളവർ പോകണം എന്ന് പറഞ്ഞ് 2-3-4 ട്രസ്റ്റികളൊക്കെ അവിടെ ശ്രീലങ്കയിൽ പോയി PI പരിപാടി, മറ്റു പരിപാടികളും സ്ട്രക്ചറൽ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു ഇന്റർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അന്ന് ശരിക്കും ശ്രീലങ്കയിലേക്ക് കുറച്ച് ലിറ്ററേച്ചറുകൾ ആവശ്യമുണ്ട്, തമിഴ് ലിറ്ററേച്ചർ ആവശ്യമുണ്ട്. ആ തമിഴ്നാട് ആ ലിറ്ററേച്ചറുകൾ കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്, സൗജന്യമായി. അവര് പണം കളക്ട് ചെയ്ത് ആ ലിറ്ററേച്ചർ വാങ്ങി, തമിഴ് ലിറ്ററേച്ചർ കളക്ട് ചെയ്ത് ശ്രീലങ്കയ്ക്ക് അയക്കാനുള്ള പൈസ അവരുടെ കയ്യിലില്ല. ആ ഷിപ്മെന്റ് നമ്മളെ ലിറ്ററേച്ചറിന്റെ തുകയേക്കാൾ എത്രയോ വലുതാ, കപ്പലിൽ കൊടുക്കേണ്ട പൈസ. ആ ഷിപ്മെന്റിന്റെ പണം കേരള ഫെലോഷിപ്പ് പിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഒരു അതിർവരമ്പുകളും ഇല്ലാത്ത സഹായമായിരുന്നു. കേരള ഫെലോഷിപ്പ് പിരിച്ച് ആ പണം ചെന്നൈയില് നമ്മളെ തമിഴ്നാട്ടിന്റെ ഫെലോഷിപ്പിനെ ഏൽപ്പിക്കുകയും ആ പണം അടയ്ക്കുകയും ആ ലിറ്ററേച്ചറുകൾ ശ്രീലങ്കയിൽ തമിഴ് വംശത്തിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നുള്ളതാണ്. കാലഘട്ടങ്ങളിൽ നടന്ന സർവീസിലൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. യാതൊരു അതിർവരമ്പും ഇല്ലാതെ ആളുകൾ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വന്ന അശോകേട്ടനായാലും, അശോകേട്ടന് ശേഷം വന്ന ബിനോയ് ആയാലും ഇപ്പം ലതീഷിലെത്തി നിൽക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഒരു സൗണ്ട് സർവീസ് സ്ട്രക്ചർ ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിച്ചത്. എവിടെ പോയാലും പറയും, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പോയാലും ഒരു ചോദ്യമുണ്ട്, ഏറ്റവും കൂടുതൽ ഭംഗിയായി സർവീസ് സ്ട്രക്ചർ എയിൽ ശരിക്കും പറഞ്ഞ പ്രവർത്തിപ്പിച്ച സംസ്ഥാനം, പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കാരണം ഇന്റർ ഗ്രൂപ്പുകൾക്കപ്പുറം, അത് പറയാനുള്ള സമയമില്ല, ശരിക്കും പറയാം, ഇന്റർ ഗ്രൂപ്പുകൾക്കപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റി മുഖേന ഡെലിഗേറ്റ് സിസ്റ്റവും ഒക്കെ കൊണ്ടുവന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൽ ആദ്യം കേരളത്തിൽ തന്നെയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കൃത്യമായി 6 ഏരിയ പ്രവർത്തിക്കുന്നതും കേരളത്തിൽ തന്നെയാണ്. കൃത്യമായി 6 ഏരിയയിൽ കൂടെ 6 ഏരിയ ഡെലിഗേറ്റുകളെ തിരഞ്ഞെടുത്ത് അയക്കുന്നതും കേരളത്തിൽ തന്നെയാണ്. ഏറ്റവും ഒന്നും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഒരു RRM പോലും കൃത്യമായി വിളിക്കുന്ന ഒരു സംസ്ഥാനം കേരളമായിരുന്നു. ഇതുവരെ കൃത്യമായിട്ട് വിളിച്ചിട്ടുണ്ട്. RRM വിളിക്കുന്ന കാര്യം നമുക്ക് എന്താണ് ദേശീയ തലത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമർപ്പിക്കപ്പെടേണ്ട ആവശ്യങ്ങൾ എന്താണ്, ഏറെ പ്രചരണത്തിനായി ഇന്ത്യയിൽ ജനറൽ സർവീസ് കോൺഫറൻസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് ഇവിടെയുള്ളവരെ അറിയിക്കാൻ ഡെലിഗേറ്റും ട്രസ്റ്റിയും ബാധ്യസ്ഥരാണ്. ഒരു RRM വിളിച്ചാണ് അവർ അറിയിക്കുക ഇത്തരം തീരുമാനങ്ങൾ എടുത്തു. വലിയൊരു ഫയലാ ഓരോ വർഷവും കൊടുത്തു വിടുക. അപ്പൊ ഇത്തരം സൗണ്ട് സർവീസ് സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ച ഒരു സംസ്ഥാനം, ഏറ്റവും നല്ല സംസ്ഥാനം ഇന്ത്യയിൽ കേരളമാണ്. അത് കഴിഞ്ഞ് തമിഴ്നാട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പം കർണാടക ചെയ്തിട്ടുണ്ട്, ആന്ധ്രയുടെ ചില ഭാഗങ്ങൾ വരുന്നു, മുംബൈയിലെ ചില ഭാഗങ്ങൾ വരുന്നു. മറ്റു സ്ഥലങ്ങളൊക്കെ ഇന്നും ആ പഴയ ഇന്റർ ഗ്രൂപ്പ് സംസ്കാരത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. കാരണം ഇത് പുതിയ മാറ്റം അല്ലെങ്കിൽ ഈ വരുന്ന അപ്ഡേഷൻസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവാത്ത പല സ്ഥലങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം ഇവിടെ ഒന്നും അവസാനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ഷിഹാബ് ഇതിന് തൊട്ട് മുമ്പ് അന്ന് ഷെയറിങ്ങിൽ പറഞ്ഞു, ഷിഹാബിന്റെ ഉപ്പ ട്രീറ്റ്മെന്റ് വരുമ്പോൾ ഞാൻ പരിചയമുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഇവിടെ വന്ന് 2-3 വർഷം സുബോധാവസ്ഥയായി എന്ന് പറഞ്ഞ കുടുംബസ്ഥനായ ഇന്ന് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഷിഹാബ്
ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ സുബോധത്തോടുകൂടി അദ്ദേഹത്തോട് ജീവിച്ചിരിക്കാൻ എത്ര ഭാഗ്യവാനെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഫാദർ സുരക്ഷയിൽ വന്നപ്പം ഉണ്ടായിരുന്നപ്പോൾ ഞാനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയിലുണ്ട്. എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം വളരെ എനിക്ക് ഓർമ്മ വന്നു. പിന്നെ എയിലൊന്നും അദ്ദേഹം അധികം വന്നില്ല. പക്ഷെ കുറച്ചു കാലമൊക്കെ അദ്ദേഹം വന്നിരുന്നു. ഒരു തലമുറ കഴിഞ്ഞും ആൽക്കോളിക്സ് അനോണിമസ് ഇവിടെ നശിച്ചു പോവില്ല. മദ്യാസക്തർ ഉള്ളിടത്തോളം കാലം എ നിലനിൽക്കും, എ വളരും. ഇതിലൂടെ സുബോധമായിട്ട് നിൽക്കുന്ന നമ്മളെല്ലാം, ഞാൻ എന്നെ പുല്ല ആളുകൾ കുറെയൊക്കെ ഇങ്ങനെ പോയി പ്രായമായി അവനവന്റെ വിധിക്ക് അനുസൃതമായ ഒരു മരണത്തിൽ വിലയം പ്രാപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതൊരു എക്സ്റ്റൻഷനാണ് ലൈഫ് കിട്ടിയിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ് കിട്ടിയിരിക്കുന്നത്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള അല്ലാതെ വേറെ അതിര് കവിഞ്ഞ മോഹങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഇത് മുന്നോട്ട് ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും ആഘോഷിക്കുമ്പോഴും ആലോചിക്കാറുണ്ട്. എന്റെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സുബോധത്തിലായാലും അബോധത്തിലായാലും ഉണ്ടാവുന്ന കൃത്യമായ ഒരു സാധനമുണ്ട്. സുബോധത്തിലായതുകൊണ്ട് അത് ദൈവത്തിന്റെ തീരുമാനത്തിൽ കടന്നു വരും. അബോധാവസ്ഥയിലായിരുന്നെങ്കിൽ എന്റെ തീരുമാനത്തിൽ പോകും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് എവിടെയും ഒരിക്കലും നശിക്കില്ല. ആൽക്കോളിക്സ് അനോണിമസിന്റെ ജീവരക്തമായിട്ടുള്ള പുതുമക്കാർ കടന്നു വരും. ഇതിന്റെ അപ്പുറത്ത്, ഞാനൊക്കെ ഇന്ന് ചരിത്രം പറഞ്ഞതിന്റെ ഒക്കെ അപ്പുറത്തുള്ള തലങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആൽക്കോളിക്സ് അനോണിമസിന്റെ ഈ ജ്വാലാ മീറ്റിംഗിൽ വന്ന് ഇത് വിശദീകരിക്കാൻ എനിക്കൊരു അവസരം തന്ന് ഇതിന്റെ എല്ലാ ആളുകളോടും ഈ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. മാത്രമല്ല, ഇത് സദയം കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.